ഉം. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ യാമത്തിനായി സ്തോത്രം. രാത്രികാലം കർത്താവേ പാദത്തിലെ കുട്ടികളെ ഏൽപ്പിക്കാവുന്ന കർത്താവേ സ്തോത്രം. മരണത്തിന് എന്റെ കണ്ണിനെ കണ്ണുനീരിന് കാലിനെ വീഴ്ച ഉപയോഗിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞു വാദമെടുത്തിൽ അടുത്ത് വരികയാണെന്ന് കർത്താവേ. രാത്രി കാലത്തെ ശുശ്രൂഷ കർത്താവേ പപ്പ അവിടുത്തെ ഉള്ളിലേൽപ്പിക്കാവുന്ന കർത്താവിടെ നിങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വരുവാനല്ലോ. ഓരോ ദിവസവും നിങ്ങൾ നടത്തുന്നു എല്ലാ ദൈവത്തിനെ എന്റെ വാദപടത്തിൽ ഇരിക്കുമ്പോൾ കർത്താവ് അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ സഹായിക്കുന്ന കർത്താവ് എല്ലാ കുട്ടികളെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഓരോ കുടുംബത്തിനും ഭർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. കർത്താവ് ഇന്നത്തെ ശുശ്രൂഷ കർത്താവ് ഞാൻ ജീവിതത്തിലെ അനുഗ്രഹമായി തീരുവാൻ തത്വം അവിടുന്ന് സഹായിക്കുന്നവരാണ് പ്രാർത്ഥിപ്പാന് വചനം വായിക്കുവാനൊക്കെയും കർത്താവിന്റെ കൃപയിൽ സാന്നിധ്യം അടികളുടെ മേൽ അവിടുന്ന് ഉണ്ടായിരിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥന കേട്ടിരിക്കാനേ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാവിതുപോരാ നാളിതുപോരാ ആയുസുമിതുപോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാവിതുപോരാ നാളിതുപോരാ ആയുസുമിതുപോരാ. നാവിതുപോരാ നാളിതുപോരാ ആയുസും ഇതുപോരാ. ജീവിത പാതയിൽ കാലുകള് കുഴഞ്ഞു വീഴാതെ താങ്ങി നടത്തിയതോർക്കുമ്പോഴും കൺകൾ നിറയും. ജീവിത പാതയിൽ കാലുകൾ കുഴഞ്ഞു വീഴാതെ താങ്ങി നടത്തിയതോർക്കുമ്പോഴും കൺകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോഴും കൺകൾ നിറയുന്നേ. ആമേൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാവിതുപോരാ നാളിതുപോരാ ആയുസ്സും ഇതുപോരാ. ആമേൻ. നാവിതുപോരാ നാളിതുപോരാ ആയുസ്സും ഇതുപോരാ. ഭാവിയായ നേടുവാനേച്ചു കാൽവരിയിൽ തന്നെ ജീവൻ നൽകിയതോർക്കുമ്പോഴും കൺകൾ നിറയുന്നേ. ഭാവിയാമെന്നെ നേടുവാനേച്ചു കാൽവരിയിൽ തന്നെ ജീവൻ നൽകിയതോർക്കുമ്പോഴും കൺകൾ നിറയുന്നേ. ആമേൻ. ജീവൻ നൽകിയതോർക്കുമ്പോഴും കൺകൾ നിറയുന്നേ. കാര്യം വാണികൾ തറച്ചപ്പെട്ടത് വെൻപേർക്കായല്ലോ. ലൂസിലെ സ്നേഹം ഓർക്കുമ്പോഴും കൺകൾ നിറയുന്നേ. കാര്യം വാണികൾ തറയ്ക്കപ്പെട്ടത് എൻപേർക്കായല്ലോ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോഴും കൺകൾ നിറയുന്നേ. ആമേൻ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോഴും കൺകൾ നിറയുന്നേ. ഉൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻപേർക്കാണല്ലോ. ഓരോ ദിനമായി ഓർക്കുമ്പോഴും കൺകൾ നിറയുന്നേ. ഉൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് ണല്ലോ. ഓരോ ദിനവും ഓർക്കുമ്പോഴും കൺകൾ നിറയുന്നേ. ആമേൻ. ഓരോ ദിനവും ഓർക്കുമ്പോഴും കൺകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാവിതുപോരാ നാളിതുപോരാ ഇതുപോരാ. ആമേൻ. നാവിതുപോരാ നാളിതുപോരാ ഇതുപോരാ. ദൈവം ചെയ്ത മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാവിതുപോരാ നാളിതുപോരാ ഇതുപോരാ. ആമേൻ. നാവിതുപോരാ നാളിതുപോരാ ഇതുപോരാ. തേടി വന്നു ദോഷിയാമേയും നാട്
തേടി വന്നു ദോഷിയമേയും നാട ഇത്രമാം സ്നേഹം ഉയർവോട് തേനിക്കായി ഇത്രമാം സ്നേഹം ഉയർവോട് തേനിക്കായി മന്നവാണെഴുതല്ലോ എനിക്ക് മന്നവാണെഴുതല്ലോ എനിക്ക് തേടി വന്നു ദോഷിയവെന്നെയും നാട തേടി വന്നു ദോഷിയവെന്നെയും നാട കുഞ്ഞാടിന്റെ കേമിത്തവർ പാടുമേ മാതാ കുഞ്ഞാടിന്റെ കൂടെ കേമിത്തവർ പാടുമേ മാതാ സിയോൻമാലയിൽ സീമയറ്റാനുണ്ട് സിയോൻമാലയിൽ സീമയറ്റാനന്ദം എന്നീ ശോഭിക്കുമോ മൽപ്രാണനാഥ എന്നീ ശോഭിക്കുമോ മൽപ്രാണനാഥ തേടി വന്നു ദോഷിയമേയും നാഥ തേടി വന്നു ദോഷിയമേയും നാഥ ചോണിതാലേ ക്ഷീണം ഭവിച്ചിടാതെ എന്നേയും നാഥ ചോണിതാലേ ക്ഷീണം ഭവിച്ചിടാതെ എന്നേയും നാഥ പാണിപ്പഴുതുള്ള പാണികളാലെ ഗണിച്ചാനു ഗ്രഹിച്ചിടുക നിത്യം ഗണിച്ചാനു ഗ്രഹിച്ചിടുക നിത്യം തേടി വന്നു ദോഷിയമേയും നാഥ തേടി വന്നു ദോഷിയമേയും നാഥ നിർത്തിയിടുക കളങ്കമറ്റേശുവേ കരയില്ലാതെ പളുങ്കുകടൽ തീരത്തിരുന്നു ഞാൻ എൻ്റെ മധുരഗാനാരേതം ആദിലേറിയ നിർത്തിയിടുക കളങ്കമറ്റേശുവേ കരയില്ലാതെ പളുങ്കുകടൽ തിരുന്നു ഞാൻ എൻ്റെ മധുരഗാനാരേതം ആദിലേറിയ തേടി വന്നു ദോഷിയമേയും നാഥ തേടി വന്നു ദോഷിയമേയും നാഥ പോഷിപ്പിക്ക പത്യവചനമം ചേരത്താലേ നിർമ്മലതയോ നിത്യം കുടിപ്പിച്ചു പച്ചപ്പോൾ ചെയ്യയിൽ കീടത്തിടുകന്നെ പോഷിപ്പിക്ക പത്യവചനമം ചേരത്താലേ നിർമ്മലതയോ നിത്യം കൊടുപ്പിച്ചു വച്ചപ്പോൾ ചെയ്യയിൽ തേടി വന്നു ദോഷിയമേയും നാഥ തേടി വന്നു ദോഷിയമേയും നാഥ ഇത്രമാം സ്നേഹം ഉയർവോട് തേനിക്കായി ഇത്രമാം സ്നേഹം ഉയർവോട് തേനിക്കായി
എനിക്കും മന്നവാർന്നിപ്പാനെഴുതല്ലോ എനിക്കും തേടി വന്നു ദോഷിയാമേന്നെയും നാദാ തേടി വന്നു ദോഷിയാമേന്നെയും നാദാ സ്തോത്രം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രണി ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇത്രത്തോളം സമയം ഹല്ലേലൂയ കർത്താവിനെ പാടി സ്തുതിപ്പാൻ പ്രിയ പെണ്ണമ്മാമ ദൈവം ബലപ്പെടുത്തിയതിനായി നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ദൈവം തന്റെ ദാസിയെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. സ്തോത്രം. ദൈവകൃപകളാൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കേൾക്കുന്നില്ലല്ലോ പ്രണി. ഹലോ, പറഞ്ഞോ. അമ്മാമ പാടിക്കഴിഞ്ഞല്ലയോ? പാടിക്കഴിഞ്ഞ് ഇനി സങ്കീർത്തനം വായന. ആര്യ സങ്കീർത്തനം വായിക്കാൻ ശ്രമിക്കുന്നു. സ്തോത്രം. സങ്കീർത്തന വായനയ്ക്കായി പ്രിയ ആര്യ സിസ്റ്റർ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരൻ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ടു ഛേദം വന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിപ്പാൻ പ്രിയ ദേവദാസ്യ ദൈവം ബലപ്പെടുത്തിയതിനായി നന്ദിയോട് സ്തോത്രം ഞാൻ സ്തുതിക്കുന്നു. സങ്കീർത്തനം അത് 15-ാം സങ്കീർത്തനം വായിച്ചു പ്രബോധിപ്പിക്കുന്നതിന് വേണ്ടി ബ്രദർ ജബിനെ ദൈവനാമത്തിൽ ക്ഷണിച്ചോളൂ. കേൾക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ദിവസകാലം ഈ മീറ്റിംഗിനായി നമുക്ക് അയപ്പാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. കൂടി വന്ന ഇതിന്റെ എല്ലാ പ്രവർത്തകരെയും ഇതിനുവേണ്ടി നേതൃത്വം നല്ല ഗ്രേസ് ആന്റി, മറ്റ് ദൈവദാസന്മാർ, ദൈവമക്കളെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 15-ാം സങ്കീർത്തനം വായിച്ച സിസ്റ്റർ വായിച്ചു. അതിനെപ്പറ്റി 2 വാക്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സമയത്തിൽ നിന്ന് ഒരുമിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 1-ാമത്തെ വാക്യം, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശ്വപർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്നു നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ദൈവത്തിന്റെ വചനം വായിക്കുന്നു. ഒന്നാമത്തെ ആ വാക്യത്തിൽ വായിക്കുന്നു, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും എന്നാണ്. ദൈവത്തിന്റെ കൂടാരത്തെ പറ്റി നമുക്ക് കൂടാരം എന്ന് പറയുമ്പോൾ ഒന്നാമത് പണ്ടത്തെ കാലത്ത്, പഴയ നിയമകാലത്ത് അബ്രഹാം, നമുക്കറിയാം അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തതിനെ പറ്റി പറയാനറിയാം. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമിനെ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനെ വിളിക്കുന്നതൊക്കെ വിളി നമുക്കറിയാം. അബ്രഹാമിനെ ദൈവം വിളിച്ച് ആ പുറപ്പാടിലേക്ക് ചെല്ലുമ്പോൾ അബ്രഹാമിന്റെ പുറപ്പാടിനെ പറ്റിയും ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെ പറ്റിയും ഒക്കെ നമുക്ക് അറിയാൻ കഴിയും. അബ്രഹാമിനെ ദൈവം വിളിച്ചു പറഞ്ഞു, കൽദേരുടെ പട്ടണമായ ഊരിൽ നിന്ന് തന്റെ പിതാവിൽ നിന്ന് എന്റെ കുടുംബത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് താൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് അബ്രഹാമിനെ ദൈവം കൂട്ടിക്കൊണ്ട് പോകാൻ ഇടയായി തീർന്നു. അപ്പൊ അബ്രഹാം കൂടാരവാസികളായിട്ടാണ് 318 അഭ്യാസികൾ സഹിതം പോയപ്പോൾ അബ്രഹാം കൂടാരവാസിയായിട്ടാണ് പാർത്തത്. അപ്പൊ ആ കൂടാരത്തെ പറ്റി അക്ഷരീയമായ ആ കൂടാരത്തെ പറ്റി ഇവിടെ പറയുന്നു. അബ്രഹാമിൻ വസിച്ച കൂടാരത്തെ പറ്റി പറയുന്നു. പിന്നെ അതുപോലെ യഹോവയുടെ ആലയം, പണ്ടത്തെ യഹോവയുടെ സമാഗമന കൂടാരം ഇരുന്നത്, അതൊരു കൂടാരത്തെ പറ്റി പറയുന്നു. സമാഗമന കൂടാരം, ആ കൂടാരത്തെ പറ്റി പറയുന്ന കൂടാരമാണ്. കൂടാരം അടിച്ചാണ്, അതിനകത്താണ് ദൈവത്തിന്റെ പഴയ നിയമകാലത്ത് കൂടാരത്തെ പറ്റി പറയുന്ന സമാഗമന കൂടാരത്തെ പറയുന്നു. ഇതുപോലെ നമ്മുടെ കൂടാരം, അതാണ് നമ്മുടെ ശരീരമാകുന്ന ആലയം, നമ്മുടെ കൂടാരം, നമ്മുടെ ശരീരം.
അത് ദൈവം വസിക്കുന്ന ആലയമാണ്. അത് അതിന്റെ ദൈവത്തിന്റെ വചനം പറഞ്ഞു, സങ്കീർത്തനക്കാർക്കുന്നു, ദാവീദിന്റെ സങ്കീർത്തനം, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും. ദൈവത്തിന്റെ കൂടാരത്തിൽ പാർക്കാൻ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം പറഞ്ഞു. ദൈവത്തിന്റെ കൂടാരത്തിൽ പാർക്കുന്ന മനുഷ്യർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. യഹോവേ നിന്റെ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ നിൽക്കും. ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിലനിൽക്കുവാൻ ഒരു ദൈവകൃപ വേണം. അതിനുവേണ്ടി നിഷ്കളങ്കനായി നടക്കണം. നമുക്കറിയാം, യോബിനെ നിഷ്കളങ്കതയെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമായ ദാവീദിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ അവിടെ പറയുന്നത് നിഷ്കളങ്കമായി നടന്ന് നീതി പ്രവർത്തിക്കും. നീതി പ്രവർത്തിക്കണമെങ്കിൽ എന്താ? ദൈവത്തിന്റെ വചനം അനുസരിച്ച്, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച്, ദൈവത്തിന്റെ ഹിതത്തിനനുസരണമായി ജീവിച്ച് നിർമ്മലമായ ഒരു ഹൃദയമുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ വഴികൾ നടക്കാനും ആ കൂടാരത്തിൽ പാർക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവം നമ്മുടെ ഹൃദയമാവുന്ന കൂടാരം, നമ്മുടെ ഹൃദയമായ കൂടാരം അത് നമുക്ക് പുറമേ കാണാൻ കഴിയത്തില്ല. അത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ആ ഹൃദയമാവുന്ന കൂടാരത്തിൽ ദൈവം വസിക്കുന്ന ആലയമാണ്. അത് ശുദ്ധീകരിക്കേണ്ട പ്രകാരം വചനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. വചനത്തിൽ പറയുന്നു, ദൈവത്തിന്റെ കൂടാരത്തെ പറ്റി പറയുന്നു. ദൈവത്തിന്റെ കൂടാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാകുന്ന കൂടാരത്തിൽ നമ്മൾ വിശുദ്ധിയോടും വേർപാടും ദൈവശക്തിയോടും ദൈവഭക്തിയോടും ജീവിച്ചാൽ മാത്രമേ, ആ കൂടാരത്തെ വിശുദ്ധിയോട് കാത്താൽ മാത്രമേ നമുക്ക് നിത്യത ചെന്ന് ചേരുവാൻ കഴിയത്തുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു. ദൈവത്തിന്റെ കൂടാരത്തെ പറ്റി, ദൈവം നമ്മുടെ മൺകൂടാരത്തെ പറ്റി മണ്ണുകൊണ്ട് മെനഞ്ഞ് അതിന്റെ ജീവശ്വാസം ഊതി നമ്മളെ ജീവനുള്ള ദേഹിയാക്കി തീർത്ത് ആ കൂടാരമാണ്, ദൈവത്തിന്റെ കൂടാരമാണ് നമ്മുടെ ഭവൻ, നമ്മുടെ ശരീരം. അത് നമ്മൾ വിശുദ്ധമായി കാത്താൽ മാത്രമേ ആ ദൈവം വസിക്കണമെങ്കിൽ അത് വിശുദ്ധിയോടും വേർപാടോടും കാക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് അത് വിശുദ്ധിയോടും വേർപാടും കാത്താൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ കൂടാരത്തിൽ വസിക്കാൻ കഴിയൂ. ദൈവം നമ്മുടെ കൂടാരത്തിൽ വസിക്കുമ്പോൾ, ദൈവം നമ്മുടെ കൂടെ വസിക്കണമെങ്കിൽ ആ കൂടാരം വിശുദ്ധമായിരിക്കണം. ദൈവത്തിന്റെ കൂടാരം വിശുദ്ധമായി മാത്രമേ ദൈവത്തിൽ നമ്മൾ കൂടെ വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൽ നമ്മൾക്ക് വൻ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ദൈവത്തോട് നമ്മൾ കൂടെ വസിക്കണമെങ്കിൽ, ദൈവത്തിന്റെ നമ്മുടെ ശരീരമാകുന്ന കൂടാരം വിശുദ്ധിയോട് കാത്ത് പരിപാലിച്ചാൽ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. ഇതിവിടെ പറയുന്നു, സങ്കീർത്തനം 64 2-ാമത്തെ വാക്യം, ദുഷ്കർമ്മിയുടെ കൂടാരത്തെയും നീതിയുടെ കലഹത്തിലും അകപ്പെടാതെ എന്നെ മറച്ചോളാം. ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കുമ്പോൾ ഒരു വ്യക്തിയെ ദൈവം ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷനാണ് പറയുന്നത്. ദുഷ്ടന്മാരുടെ ഗൂഢാലോചനയും നീതികേട് പ്രവർത്തിക്കുന്ന കലഹത്തിലും അകപ്പെടാണം എന്നെ മറച്ചോളാം. അതാണ് ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കുന്നതിനെ ദൈവം കലഹത്തിലും ദുഷ്കർമ്മിയുടെ കൂടാരത്തിലും അകപ്പെടാതെ വണ്ണം ദൈവം മറച്ചുകൊള്ളുന്ന ദൈവത്തിന്റെ വചനം നമ്മളെ പറഞ്ഞ് വചനം പഠിപ്പിക്കുന്നു. നമ്മൾ ആ കൂടാരത്തിൽ പാർക്കുമ്പോൾ, നമ്മുടെ കൂടാരത്തിൽ പാർക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ദുഷ്കർമ്മയുടെ കൂടാരതയുണ്ട്, നീതികേർപ്പെടുന്ന കലഹമുണ്ട്. അതിൽ നിന്നെല്ലാം ദൈവം നമ്മുടെ കൂടാരത്തെ നമ്മളെ ആ കലഹത്തിലൊന്നും അകപ്പെടാവണം. ദൈവം നമ്മൾ മറച്ച ഒരു കൂടാരത്തിന്റെ ദൈവത്തിന്റെ ഒരു സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കുന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കുമ്പോൾ നമുക്ക് ശാശ്വതമായ ഒരു അനുഗ്രഹവും സമാധാനവും നിർഭയവും ഉണ്ടാകുവാൻ കഴിയും. കാരണം ദൈവം നമ്മുടെ മേൽ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഉണ്ടാകുമ്പോൾ, നമുക്ക് ദൈവത്തിന്റെ മറവിലായിരിക്കുമ്പോൾ, നമ്മുടെ കൂടാരത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ മറവും ദൈവത്തിന്റെ കാവലുണ്ടെങ്കിൽ നമുക്ക് വലിയ സന്തോഷത്തോടെ, വലിയ അനുഗ്രഹത്തോടെ, ദൈവിക സമാധാനത്തിൽ നമുക്ക് പാർക്കുവാൻ കഴിയും. അബ്രഹാമിനെ ദൈവം കാണിച്ച ദേശത്തേക്ക് അബ്രഹാം കൂടാരം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം വിശ്വസിച്ച് കൂടാരങ്ങളിൽ പാർത്ത് താൻ ദൈവം വെച്ച് ശില്പിയാ പണിത കൂടാരം പ്രാപിപ്പാനായി പോയിരിക്കുന്നത് നമുക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ ഓക്കെ, ഇവിടെ പറയുന്നു 2 കൊരിന്ത്യർ 5-1 വാക്യം, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം, ദൈവത്തിന് ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. എന്താണ് നമ്മുടെ ഈ ഭൂമിയിൽ ഈ കൂടാരത്തിൽ നമ്മൾ വസിക്കുന്ന ഈ ശരീരമാകുന്ന കൂടാരത്തിൽ പറയുന്നു. കൊരിന്ത്യർക്ക് ഇതിലേതിൽ പറയുന്നു, കൂടാരമാകുന്ന 2 കൊരിന്ത്യർ 5:1 പറഞ്ഞു, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോകും. ഈ ഭവനം കണ്ടോ,
ഈ കൂടാരമാവുന്ന ഭവനം ഒരിക്കൽ അഴിഞ്ഞു പോകേണ്ടതാണ്. ദൈവം മണ്ണുകൊണ്ട് നിർമ്മിച്ച ആദാമിനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു തന്റെ മൂക്കിൽ ജീവശാസ്ത്രം ഊതി മനുഷ്യനെ ജീവമുള്ള ദേഹിയാക്കി തീർത്ത് ആ കൂടാരത്തിൽ, ആ മനുഷ്യമായ കൂടാരത്തിൽ നമ്മൾ പാർക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറഞ്ഞു, മണ്ണിൽ നിന്ന് എടുത്ത മണ്ണിലേക്ക് തന്നെ ചേരേണ്ട മണ്ണായ മനുഷ്യൻ, ആത്മാവ് തന്നെ അയച്ചവരിലേക്ക് പോകുന്ന ആ മനുഷ്യൻ, ദൈവത്തിന്റെ വചനം പറഞ്ഞു ഈ കൂടാരം, നമ്മുടെ ജീവിതമാകുന്ന ശരീരമാകുന്ന കൂടാരം, ഈ കൂടാരം ഒരു ദിവസം നമ്മൾ വിട്ടുപോകണം. നമ്മുടെ മരണത്തോടെ അല്ലെ കർത്താവിന്റെ വരവോട് ഈ കൂടാരം നമ്മൾ വിട്ടുപോകും. ഈ കൂടാരമാകുന്ന 5:1 പറയുന്നു, കൂടാമാരം ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോകും. ഈ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം. കാരണം കർത്താവ് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കാനായി പോകുന്നു. കർത്താവ് ഒരുക്കുന്നത് ഈ കൈപ്പണിയായ ഭവനമല്ല. ദൈവം നമുക്ക് ഒരുക്കുന്ന ഒരു നിത്യമായ ഭവനം ഒരുക്കാൻ കർത്താവ് പോയിരുന്നു. അപ്പൊ ഈ കൂടാരമായ ഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയുമല്ലാത്ത ഒരു നിത്യഭവനം നമുക്ക് സ്വർഗത്തിലുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നിത്യമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം കണ്ടോ, ദൈവം പണിയുന്നത് നിത്യമായ ദാനമായ ഒരു കെട്ടിടമാണ് നമുക്ക് സ്വർഗത്തിൽ പണിയുന്നത്. സ്വർഗത്തിൽ നിന്ന് അറിയുന്നു ഈ കൂടാരത്തിൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായി ഇരിക്കുന്നു, എങ്കിലും സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. കാരണം ഈ ഭൂമിയിലെ കൂടാരത്തിൽ നമ്മൾ ഞരങ്ങിക്കൊണ്ടും പലവിധ വിഷയത്തിൽ വ്യാകുലപ്പെട്ടും പാർക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, നിത്യമായ ഒരു ദാനമായ ദൈവത്തിന്റെ കൈപ്പണിയല്ലാത്തൊരു കെട്ടിടം ദൈവം സ്വർഗത്തിൽ നമുക്ക് ദാനമായിട്ട് ഒരുക്കാൻ പോയിരിക്കുന്നു. ആ നിത്യഭവനത്തിൽ, ആ കൂടാരത്തിലേക്ക് ചേരുവാൻ എന്ന് ഈ ഭവനം അഴിഞ്ഞു പോയാൽ, ഈ കൈപ്പണിയായ ഈ കൂടാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു പോയാൽ ഒരു നിത്യമായ ഒരു ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം നമുക്ക് സ്വർഗത്തിലുണ്ട്. ആ കൂടാരത്തിലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ കൂടാരത്തിൽ നമ്മൾ പോകുവാൻ വിശുദ്ധരും ദൈവത്തിന്റെ കൽപ്പന പ്രകാരം വിശുദ്ധരും നിഷ്കളങ്കരും നിർമ്മലമായി തീരുവാനെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആ നിത്യതയിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആ കൂടാരത്തിലേക്ക് പോകണമെങ്കിൽ നിഷ്കളങ്കമായി നീതിയും പ്രവർത്തിച്ച് ദൈവകൃപ പ്രാപിച്ചും ദൈവസന്നിധി മുന്നേറുവാൻ ദൈവം നമ്മളെ ഓരോരുത്തർ ഇടയാക്കട്ടെ. ദൈവം പിന്നെ ഒരു പ്രാവശ്യം പറഞ്ഞു, യഹോവയെ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശ്വാസത്തിൽ ആർ വസിക്കും, നിഷ്കളങ്കമായിരുന്ന നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും. ഈ കൂടാരത്തിൽ പാർക്കണമെങ്കിൽ ഒരു ഹൃദയപൂർവ്വം സത്യമായിട്ട്, ഒരു നീതിയായിട്ട്, ഒരു വിശുദ്ധിയായിട്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ആ ദൈവത്തിന്റെ നിത്യമായ ഭവനത്തിൽ, കൈപ്പണിയല്ലാത്ത നിത്യമായ ദൈവം പണിയുന്ന ഭവനത്തിൽ നമ്മുടെ കൂടാരം അഴിഞ്ഞു പോയാൽ ആ നിത്യഭവനത്തിൽ ചെന്ന് ചേരുവാൻ നമുക്കിടയായി തീരുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് എന്റെ ചെറിയ സങ്കീർത്തന പ്രബോധനത്തിൽ എനിക്ക് സമയം ചുരുക്കമായിരുന്നു. സമയമല്ല, പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് പല കാര്യത്തിലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഓടി വന്ന് ക്രമീകരിച്ചാണ്. എല്ലാവരും ദൈവനാമത്തിൽ ക്ഷമിക്കുക. ഇനി അടുത്ത മുന്നോട്ട് വരാം. ദൈവം എല്ലാവരെയും ധാരാളമായി സങ്കീർത്തനങ്ങളാൽ അനുഗ്രഹിക്കണമെന്ന് ആശംസിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനം ഇത് പ്രബോധിപ്പാൻ പ്രിയ ദേവദാസനെ ദൈവം ബലപ്പെടുത്തിയതിനായ സ്തോത്രം. നിഷ്കളങ്കനായി നടന്ന് നമുക്ക് നീതി പ്രവർത്തിച്ചുകൊണ്ട് ആ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം എല്ലാ മക്കളെ സഹായിക്കട്ടെ. നമുക്കിതിനി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമുള്ള അതിനായ സമയത്തെ വേദനിക്കുന്നു. അനവധി വിഷയങ്ങൾ നമ്മുടെ മുൻപാകെ ഉണ്ട്. നമുക്ക് ആദ്യമായി നമ്മുടെ സൂം മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെ ദൈവകരത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ കണ്ടിന്യൂ ആയി നമ്മുടെ സൂം മീറ്റിംഗിൽ കയറുന്ന എല്ലാ ദേവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, അവരുടെ ശുശ്രൂഷകളൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയങ്ങളെ ഓർത്ത് സ്തോത്രം നമ്മോൻ സിസ്റ്റർ പ്രാർത്ഥിച്ചാലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അടിയങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ പല സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവെ അപ്പന്റെ മുന്നിൽ കർത്താവെ ഇതോ ഒന്നിച്ചു കൂടിയിരിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന ഈ ഗൂഗിൾ മീറ്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർമ്മേൽ എന്ന പ്രയർ ഗ്രൂപ്പിനെ പൊന്നുപാദത്തിൽ സമർപ്പിക്കുന്ന ഇത്ര നാളുകൊണ്ട് കർത്താവെ നീ നിയന്ത്രിച്ചു, നീ വഴി നടത്തി കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഇതിന്റെ അഡ്മിനായിരിക്കുന്ന സഹോദരി ഗ്രേസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുടുംബത്തോട് കൂടെ ഇരിക്കണമേ കർത്താവെ. കുടുംബനാഥനെ സമർപ്പിക്കുന്നു, ആ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുന്ന് ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. അവർക്ക് ലഭിച്ചിരിക്കുന്ന കുഞ്ഞു മക്കൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുഞ്ഞുങ്ങൾക്കൊക്കെ ജ്ഞാനവും വിവേകവും കൊടുക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാനും ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവം പ്രവർത്തിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ.
സ്തോത്രം പെണ്ണമ്മച്ചിയെ കർത്താവെ ഗ്രൂപ്പിൽ കടന്നു വരുവാനും പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും ദൈവം കൊടുക്കുന്ന കൃപയ്ക്കായി കോടാനും കോടി സ്തോത്രം. സ്തോത്രം പെണ്ണമ്മച്ചിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കൂടെ ഇരുന്ന് ഇത്രത്തോളം വഴി നടത്തിയ വൻ കൃപയ്ക്കായി കോടാനും കോടി സ്തോത്രം. സ്തോത്രം നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ഹാലലൂയ ഹാലലൂയ സ്തോത്രം. എബി പാസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ മകനായിരിക്കുന്നിടത്ത് കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ ആ കുടുംബത്തെ പൊന്നുപാദത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹാലലൂയ സ്തോത്രം. സ്തോത്രം മകനായിരിക്കുന്നിടത്ത് ദൈവമേ ദൈവത്തിന്റെ തേജസ്സിൽ നിറഞ്ഞു നിൽക്കുവാൻ തക്കോണം എന്റെ ദൈവം കൊടുത്ത കൃപയ്ക്കായി കോടാനും കോടി സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം. സ്തോത്രം അമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ മകളായിരിക്കുന്നിടത്ത് കർത്താവെ അവിടുത്തെ കൃപ കൂടെ ഇരുന്ന് കർത്താവെ ഇത്രത്തോളം വഴി നടത്തിയല്ലോ കർത്താവെ. ആ കുടുംബത്തെ കുഞ്ഞുങ്ങളെ കർത്താവെ അവിടുന്ന് ദാനമായി കൊടുത്ത കുഞ്ഞുമക്കളെ കർത്താവെ പൊന്നുപാദത്തെ സമർപ്പിക്കുന്ന കർത്താവെ മാരേജ് പ്രായത്തിൽ നിൽക്കുന്ന മകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന തക്ക സമയത്ത് കർത്താവെ അവിടുന്ന് കർത്താവെ എല്ലാ നന്മകളും അവർക്ക് കൊടുക്കുന്നതിനായി നന്ദി കർത്താവെ. ഞങ്ങളെ കുടുംബത്തെ പൊന്നുപാദത്തിൽ സമർപ്പിക്കുന്ന ഇത്രത്തോളം ചെയ്തു കൊടുത്ത എല്ലാ നന്മയ്ക്കും കോടാനും കോടി സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മഞ്ജുഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹാലലൂയ കുടുംബത്തോട് കൂടെ ഇരിക്കണമേ കർത്താവെ. കുടുംബത്തിലെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയും കർത്താവ് നടത്തി കൊടുക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. സിജോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ പ്രയർ ഗ്രൂപ്പ് തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരേക്കും ഒരു ദിവസം കൂടെ മുടങ്ങാതെ നിന്റെ മകൻ കർത്താവെ ഗ്രൂപ്പിൽ കടന്നു വരുവാനും പ്രാർത്ഥന അറ്റൻഡ് ചെയ്യാനൊക്കെയും ദൈവം കൊടുത്ത കൃപയ്ക്കായി കോടാനും കോടി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അവന്റെ എല്ലാ ആവശ്യത്തെയും പൊന്നുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ജോലിയും കർത്താവെ നല്ല തക്ക സമയത്ത് വിവാഹവും ആ കുടുംബത്തെ മാതാവിനെ പിതാവിനെ സഹോദരനെ സഹോദരിയെ ഒക്കെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ തേജസ്സിൽ ആ കുടുംബം നിറഞ്ഞു നിൽക്കുവാൻ തക്കണം ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹാലലൂയ സ്തോത്രം. സ്തോത്രം നന്ദിയോടെ സ്തുതിക്കുന്നു. ജൈനിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ. കർത്താവെ നിന്റെ മകളുടെ എല്ലാ ആവശ്യങ്ങളുടെയും കൂടെ ഇരിക്കണമേ കർത്താവെ. നല്ല സമാധാനം സന്തോഷവും കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തെ പൊന്നുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഹാലലൂയ. മോളി ശമലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളായിരിക്കുന്ന കർത്താവെ സ്ഥലത്ത് കർത്താവെ നിന്നെ ആരാധിക്കുവാനും കർത്താവെ ഒക്കെയും കൊടുക്കുന്ന കൃപയ്ക്കായി കോടാനും കോടി സ്തോത്ര. കുടുംബത്തെ പൊന്നുപാദത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബനാഥനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹാലലൂയ സ്തോത്രം. സ്തോത്രം സ്തോത്രം നന്ദിയോടെ സ്തുതിക്കുന്നു. ശൈലജയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. കുടുംബത്തിനായി കോടാനും കോടി സ്തോത്രം കർത്താവെ. ഗ്രൂപ്പിലൊക്കെയും കടന്നു വരുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹാലലൂയ ഹാലലൂയ സ്തോത്രം. ഷെർലി സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകളായിരിക്കുന്നിടത്ത് ഇത്ര നാളും കർത്താവെ കുഞ്ഞുങ്ങളോട് കൂടെ പോയിരിക്കുവാനും കുഞ്ഞിനെ നോക്കുവാനും ഒക്കെയും ദൈവം കൃപ കൊടുത്തല്ലോ കർത്താവെ. ഇനിയിപ്പോ കർത്താവെ വളരെ ചുരുങ്ങിയ കാലത്ത് മടങ്ങി വരുവാനും ഒക്കെയും ആഗ്രഹിക്കുന്നല്ലോ കർത്താവെ. നീ കൂടെ ഇരുന്ന് വഴി നടത്തണമേ, ശാരീരിക സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കഴിഞ്ഞ ഏതാനും കാലം കൊണ്ട് കർത്താവെ ചുമയും പനിയും ഒക്കെ ആയിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ യേശുപ്പച്ച. കർത്താവെ അവിടുത്തെ വലം കൈ തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ മകളോട് കൂടെ ആ കുടുംബത്തോടു കൂടെ കുഞ്ഞുങ്ങളോട് കൂടെ കർത്താവിന്റെ വാസമുള്ളതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. ഹാലലൂയ. മോളി സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ മകളോട് കൂടെ ഇരിക്കണേ. അമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ. അവിടുന്ന് കൊടുത്ത സൗഖ്യത്തിനായി കോടാനും കോടി സ്തോത്രം. സ്തോത്രം കർത്താവെ. കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഹോദരിയുടെ 3 മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവം തൊട്ട് വേർതിരിച്ചതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. എല്ലാ മക്കളും കർത്താവെ ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ തക്കവണ്ണം എന്റെ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ സ്തോത്രം. സ്തോത്രം നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സുശീല സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആ കുടുംബത്തോട് കൂടെ ഇരിക്കണമേ കർത്താവെ. അവിടുത്തെ എല്ലാ ആവശ്യങ്ങളെയും പൊന്നുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ. നാൻസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ ഹാലലൂയ സ്തോത്രം. സ്തോത്രം നന്ദിയോടെ സ്തുതിക്കുന്നു. സാറമാൻഡിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടെ ഇരിക്കണമേ. ആ കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളും കുഞ്ഞുങ്ങളെ കർത്താവെ കുടുംബനാഥനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ സ്തോത്രം. സ്തോത്രം. സന്തോഷ് ബ്രദറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ മകനായിരിക്കുന്നിടത്ത് ശാരീരികമായ
അസ്വസ്ഥതകളൊക്കെയും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും വന്നല്ലോ യേശുപ്പച്ച. നീ തൊട്ട് സൗഖ്യം ചെയ്തതിനായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. കർത്താവെ, നിന്റെ മകനെ കൂടുതൽ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്ര. കുടുംബത്തോട് കൂടെ ഇരിക്കണമേ, കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണേ, കുടുംബനാഥനോട് കൂടെ ഇരിക്കണേ കർത്താവെ. നിന്റെ കൃപയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവം കൊടുത്ത കൃപയ്ക്കായി കോടാനും കോടി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. സുധിൻ ബ്രദറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആശയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. രശ്മിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഗ്രൂപ്പിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും കർത്താവെ ഒന്നടങ്കം പൊന്നുപാദത്തിൽ സമർപ്പിക്കുന്നു. അവർ എല്ലാ ആവശ്യങ്ങളും കർത്താവെ, അവർക്ക് രോഗസൗഖ്യങ്ങൾ കൊടുക്കണം, സാമ്പത്തിക ബുദ്ധിമുട്ടിനെ നീക്കി കൊടുക്കണം കർത്താവെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. നിധിയെ നിവ്യായെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സച്ചിനെ സമർപ്പിക്കുന്നു, കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിന്റെ കൃപയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം കർത്താവെ, അവിടുന്ന് കൃപയുണ്ടായിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം കർത്താവെ. അരുണിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം നിന്റെ മകനെയും കർത്താവെ വിളിച്ചു വേർതിരിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഒപ്പം കർത്താവെ, അടിയനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുറകുറ്റങ്ങളെ ക്ഷമിച്ചുകൊണ്ട് എന്റെ ദൈവം ഇത്രത്തോളം നിലനിർത്തിയതിനായി നന്ദിയോടെ സ്തോത്രം. ഇനിയും കൂടുതലായും കർത്താവെ തിരുസന്നിധിയിൽ ഇരിക്കുവാൻ തക്കവണ്ണം ദൈവമേ കൂടുതൽ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഈ ഗ്രൂപ്പിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് വചനം തന്നിട്ടുള്ള എല്ലാ പാസ്റ്റർമാരെ, സിസ്റ്റർമാരെ, കർത്താവെ, സഹോദരങ്ങളെ, സഹോദരികളെ ഒക്കെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ ഒക്കെയും ധാരാളമായി കർത്താവെ 30, 60, 100 മേനി പ്രതിഫലം അവിടുന്ന് കൊടുക്കണമേ. അവിടുന്ന് കൊടുക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവെ. സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. നമുക്ക് അടുത്ത വിഷയം നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ഇന്ത്യ ഓർത്ത് പ്രാർത്ഥിക്കാം. 28 സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നമ്മൾ പാർക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം. സുവിശേഷം പ്രതി പീഡനങ്ങൾ അനുഭവിക്കുന്ന ദേവദാസന്മാരുണ്ട്, നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജയിലിൽ കിടക്കുന്ന ദേവദാസന്മാരുണ്ട്, അവരുടെ മോചനത്തിനായി പ്രാർത്ഥിക്കാം. സുവിശേഷ വിരോധികൾക്കായി പ്രാർത്ഥിക്കാം. അതുപോലെ സ്തോത്ര പ്രദേശങ്ങളൊക്കെ ശുശ്രൂഷയിലായിരിക്കും ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ സ്തോത്രം എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ശുശ്രൂഷയുടെ ബന്ധത്തിലായിരിക്കും ദേവദാസന്മാരുണ്ട്. ദൈവവരെ ശുശ്രൂഷകളെ ദൈവം മാനിക്കണം, ദൈവവരെ സൂക്ഷിക്കണം. നമുക്കതിനായി പ്രാർത്ഥിക്കാം. ദേവദാസന്മാർക്കും ദൈവജനങ്ങൾക്കും വിരോധമായ അനേക മക്കൾ ഈ കാലയളവിൽ ഹല്ലേലൂയ അവർക്ക് വിരോധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണല്ലോ. നമുക്ക് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. അവര് ഈ ഉപദ്രവിക്കുന്ന ഹല്ലേലൂയ ഉപദ്രവിക്കുന്ന ഒരു യഥാർത്ഥമായ യേശുവിനെ അറിയാൻ ഇടയായി തീരണം. അവർ ആ കുടുംബങ്ങൾ യേശുവിനെ അറിയാൻ ഇടയായി തീരണം. അതുപോലെ നമ്മുടെ സഹോദരവർഗങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവര് ഹല്ലേലൂയ നമ്മുടെ അയൽക്കാരൊക്കെ ഉണ്ട്, കൂട്ടുകാരൊക്കെ ഉണ്ട്. ഈ നമ്മൾ അറിഞ്ഞ സന്തോഷം സമാധാനം അറിയാത്തവര് അവരും അറിയാൻ ഇടയായി തീരണം. നമുക്ക് ഒത്തൊരുമിച്ച് നമുക്ക് ഹല്ലേലൂയ ഈ പ്രിയപ്പെട്ടവരെല്ലാം ദൈവത്തിൽ നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങളെ ഓർത്ത് പ്രിയ സുശീല സിസ്റ്റർ പ്രാർത്ഥിച്ചാലും. നെറ്റിന്റെ പ്രോബ്ലം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ഇടയ്ക്ക് നിൽക്കുവാണെങ്കിൽ ആരെങ്കിലും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ എന്റെ സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയുടെ യാമത്തിൽ കർത്താവെ ഒരു പ്രാവശ്യം കൂടി എന്റെ അപ്പായുടെ നാമത്തെ ഒന്ന് ഉയർത്തുവാൻ തക്കവണ്ണം പിതാവെ അങ്ങ് ഒരുക്കി തന്ന ഈ ഭാഗ്യ നിമിഷത്തെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ, പ്രിയമകളിൽ കൂടി കേട്ട സർവ്വ വിഷയങ്ങളും എന്റെ അപ്പായുടെ പൊന്നുപാദപടത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ വിഷയങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ത്യ മഹാരാജ്യത്തെ എന്റെ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോകമെമ്പാടും കർത്താവെ ദൈവദാസന്മാർ ദൈവവേലയ്ക്കായി പോയിരിക്കുന്നവർ സ്വദേശത്തും വിദേശത്തുമൊക്കെ വളരെയേറെ പീഡകൾ സഹിക്കുന്നുണ്ട് കർത്താവെ. പീഡനങ്ങളിൽ കൂടി കടന്നു പോകുന്ന, ജയിലറകളിൽ പാർക്കുന്ന കർത്താവെ, പലവിധ കഷ്ടങ്ങളിലും പ്രതികൂലങ്ങളിലും കടന്നു പോകുന്ന കർത്താവെ, അവരെ രക്ഷിപ്പാൻ എന്റെ അപ്പായ്ക്കല്ലാതെ ഈ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല കർത്താവേ. യേശുവേ, എല്ലാ വിരോധികളോടും കർത്താവെ സർവേശ്വരൻ ഇടപെടണമെന്ന്
ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ യേശുവേ. നന്ദിയപ്പ, നന്ദി രാജാവേ, നന്ദി പിതാവേ. ഹാലലുയ, 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 ഹാലലുയ. ദൈവമേ, ഞങ്ങൾ ഭാരപ്പെടുന്ന സമസ്ത വിഷയങ്ങളുടെ മേലെ അവന്റെ അപ്പായുടെ അത്ഭുതകരം വയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കേരളത്തെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ, കേരളത്തിൽ ഞങ്ങൾ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ എന്റെ അപ്പായെ സ്തുതിക്കുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് തരുന്ന മഹാഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ യേശുവേ. നന്ദിയപ്പ, നന്ദി, നന്ദി പിതാവേ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ദൈവമേ, ആശ്രയിക്കാൻ മറ്റൊരിടമില്ല. ദൈവമേ, നീയാണ് ആശ്രയം, നിന്നിലാണ് ആശ്രയം, നീ മാത്രമാണ് ആശ്രയം കർത്താവെ. എന്റെ അപ്പായുടെ പൊന്നുപാദപിടത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തലമുറകൾ വഴിതെറ്റി ജീവിക്കുന്ന എല്ലാ മക്കളെയും എന്റെ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന പിതാവെ. ഇടത്തോട്ടോ വലത്തോട്ടോ ചരിയുവാൻ ഇടയാക്കാതെ ഒരെണ്ണം പോലും നഷ്ടമായി പോകുവാൻ ഇടവരാതെ വണ്ണം സ്വർഗീയ രാജാവേ, നിന്റെ സാന്നിധ്യം നിന്റെ മക്കളോട് കൂടെ ഇരുന്ന് അവരെ നേർവഴിക്ക് നയിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. വലിയവനായ ദൈവത്തിന്റെ മഹത്വം കണ്ട് സന്തോഷിക്കുവാൻ എന്റെ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ കർമ്മൽ ഗ്രൂപ്പിൽ വന്ന എല്ലാ ദൈവദാസന്മാരെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്ന, ഇന്ന് വന്ന ദൈവദാസനെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്ന വലിയവനായ ദൈവം കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ പ്രബോധനങ്ങളൊക്കെ കേട്ട് സംതൃപ്തിയോടെ നിന്റെ മക്കളായിരിക്കുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയെ യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം ദൈവം. നമ്മുടെ പ്രാർത്ഥന കേട്ടനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന വിദ്യാഭ്യാസം കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. +2-നും 10നും ഒക്കെ എക്സാം കഴിഞ്ഞിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ നല്ല വിജയം ദൈവം കൊടുക്കണം, നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റും വിദ്യാഭ്യാസത്തോട് ബന്ധത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരായിരിക്കുന്നിടത്ത് ദൈവം അവരെ സൂക്ഷിക്കണം. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, യൗവനക്കാരായ കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ദിവസങ്ങൾ ദൈവം നല്ല ജോലി കൊടുക്കണം. അതുപോലെ വിവാഹപ്രായമായി നിൽക്കുന്ന പെൺകുഞ്ഞുങ്ങളുണ്ട്, ആൺകുഞ്ഞുങ്ങളുണ്ട്. തക്ക സമയത്ത് നല്ല കുടുംബജീവിതം ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കണം. അതിലുപരിയായി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും ദൈവമായ ഒരു വ്യക്തിപരമായ ബന്ധം അവരുടെ ജീവിതത്തിൽ ദിവസങ്ങളിൽ ഹല്ലേലൂയ അവർക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ നിന്ന് ആരും അകന്നു പോകാതെ ദൈവം അവരെ സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവ് തന്നെ ഓരോ കുഞ്ഞുങ്ങളെയും നയിച്ചോളും മാറണം. നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവകൃപയിൽ അവരായിരിക്കാൻ, ദൈവകൃപയിൽ വളർന്നു വരുവാൻ ദൈവം അവരെ സഹായിക്കണം. എല്ലാ ഇതിനകത്തിൽ കയറിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കൊച്ചുമക്കളൊക്കെ ഉള്ളവരുണ്ട്, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെല്ലാം ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. നമ്മൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങളെ ഓർത്ത് പ്രിയ അമ്മാളുമായിട്ട് പ്രാർത്ഥിച്ചാലും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനുമാക്കുമാറാക്കണേ നല്ല കർത്താവേ. ഈ രാത്രികാലം കർത്താവേ, അവിടുത്തെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ വരുന്ന കർത്താവേ, പ്രഭാതം മുതൽ ഈ സമയം വരെയും കർത്താവെ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ കർത്താവ് കാത്തു പരിപാലിച്ച കൃപയ്ക്കായി, വിശ്വസ്തതയ്ക്കായി, അങ്ങയുടെ ദയക്കായി നന്ദി പറയുന്ന കർത്താവെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവെ അപ്പന്റെ പദാന്തികത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ തന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. കർത്താവെ, നിന്റെ മകൾ പറഞ്ഞ വിഷയത്തിന്റെ മേൽ എന്റെ ദൈവത്തിന്റെ മറുപടി കാണുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗികളായ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, രോഗികളായിരിക്കുന്നവരുണ്ട് കർത്താവെ, അവരെല്ലാം കർത്താവ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രിയ സഹോദരൻ സന്തോഷ് കർത്താവെ, കഴിഞ്ഞ ദിവസമൊക്കെ കർത്താവെ വളരെ ഭാരത്തിൽ ഹോസ്പിറ്റലിലൊക്കെ ICU-ലൊക്കെ ആയിരുന്നു കർത്താവെ. എന്നാൽ എന്റെ ദൈവം 3 ദിവസത്തിനുള്ളിൽ കർത്താവെ അവനെ പരിപൂർണമായ സൗഖ്യം നൽകി അവനെ വീട്ടിലേക്ക് മടക്കി അയച്ചതിനാൽ നന്ദി പറയുന്ന കർത്താവെ. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളോടും, പ്രിയ അഭിഷിക്തന്മാരോടും, പ്രത്യേകിച്ച് വിപ്പാസ്റ്ററോടും കർത്താവെ, ബിനോയ് പാസ്റ്ററോടുമുള്ള നന്ദി കർത്താവെ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. രാജാനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. പൂർണ്ണമായ സൗഖ്യവും വിടുതലും കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണയ സിസ്റ്ററിന്റെ ഹസ്ബൻഡിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിപൂർണമായ സൗഖ്യം കർത്താവ് കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ രോഗികളായി ഭാരപ്പെടുന്ന എല്ലാവരെയും കർത്തന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരെ പൂർണ്ണമായ സൗഖ്യം
സൗഖ്യം നൽകി മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ കുടുംബസ്ഥരായ കുഞ്ഞുങ്ങൾ മുതൽ കർത്താവേ, പിഞ്ചു കുഞ്ഞുങ്ങൾ വരെയുണ്ട് കർത്താവേ, എല്ലാവരെയും കർത്താവ് ദൈവകൃപയിൽ സൂക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവാശ്രയത്തിൽ വളരുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി കർത്താവേ, സഭയ്ക്ക് മാനമായി തീരുവാൻ, കുടുംബത്തിന് അനുഗ്രഹമായി തീരുവാൻ കുഞ്ഞുങ്ങളെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവാഹം ചെയ്തവരുടെ കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ജോലിക്കായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് കർത്താവേ, അവരെയെല്ലാം കർത്താവ് അനുഗ്രഹിച്ചു മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവേ, ഫീസ് അടയ്ക്കുവാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് കർത്താവേ, അവർക്കായി വഴികളെ വാതിലുകളൊക്കെ തുറന്നു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും കർത്തന്റെ കരങ്ങളിൽ തരുന്ന ലോകരാജ്യങ്ങളെല്ലാം കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന ലോകരാജ്യങ്ങളെ കർത്താവ് ഉണർവിൻ കാറ്റ് വീശുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. അഭിഷിക്തന്മാരെ ഒക്കെ കർത്താവ് കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ കടന്നു വന്ന് ശുശ്രൂഷിക്കുന്ന എല്ലാ അഭിഷിക്തന്മാരെയും കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം. എന്ന വചനവുമായി കടന്നു വരുന്ന ഈ പാസ്റ്ററെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ അഭിഷിക്തനെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. അഭിഷേകത്തോടെ നിൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനത്തിന്റെ വാതിൽ കർത്താവ് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം വിളമ്പുമ്പോൾ അത് വാഴ്ത്തി നുറുക്കി ഞങ്ങൾക്ക് വിളമ്പുവാൻ തക്കവണ്ണം കർത്താവ് പ്രിയ അഭിഷിക്തനെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അഭിഷിക്തനെ കർത്തനെ എല്ലാ പ്രതികൂലങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്നെല്ലാം വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ വിഷയങ്ങളെയും അപ്പന്റെ പുണ്യപാദപീഠത്തിൽ സമർപ്പിക്കുന്ന കർത്താവെ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ പൈതലിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, കാനഡയുടെ പ്രദേശത്ത് കർത്താവെ ഏകയായിരിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ കരുതല് കർത്താവ് അനുഗ്രഹം കർത്താവ് പകർന്നു കൊടുക്കുമാറാകണമേ. കർത്താവെ, ആശയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശയുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. മനുഷ്യയുടെ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവെ, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് തക്ക തുണിയെ തക്ക സമയത്ത് ഒരുക്കി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. സകലതും യേശുനാമത്തിൽ തന്നെ. ആമീൻ. ആമേൻ. സ്തോത്രം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. നമുക്ക് ഇനി ഒരു വിഷയം കൂടി ഇനിയും നമുക്ക് മെസ്സേജിന് സമയം കൊടുക്കും. പാസ്റ്റർക്ക് അടുത്തൊരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രത്തോളം സമയം ഹല്ലേലൂയ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഓരോ മക്കളും ദൈവം സഹായിച്ച വൻ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. സ്തോത്രം. നമുക്കിനി വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണല്ലോ. നമ്മുടെ മധ്യവചനമായി കടന്നു വന്ന പ്രിയ ദേവദാസനെ ദൈവത്തിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവെ, വിപ്പാഷ്ടങ്ങളുടെ കത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പച്ച. ഹല്ലേലൂയ. കയറിയിരിക്കുന്ന ഓരോ മക്കളോടും വചനം സംസാരിക്കണേപ്പാ. വചനം പറയുമ്പോൾ കർത്താവെ, പരിശുദ്ധാത്മാവിൻ നിറയിൽ നിന്ന് വചനം ഘോഷിപ്പാൻ ദേവദാസനെ സഹായിക്കണേ. കർത്താവെ, അടിയാട്ടോട് സംസാരിക്കണേ. കർത്താവെ, വചനം പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച എല്ലാ മക്കളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. വചന ശുശ്രൂഷയ്ക്കായി ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പ്രിയ ദേവദാസനെ ദൈവം ആദർശിച്ചോളൂ. വീഡിയോ ഓണാക്കാൻ സാഹചര്യം ഉള്ളവരെല്ലാം വീഡിയോ ഓണാക്കണേ. എനിക്ക് പറ്റത്തില്ല. ഞാനൊരു മാളിൽ ഇരുന്നോണ്ടാ വചനം കേൾക്കുന്നേ. കണ്ടിന്യൂ പാസ്റ്ററെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തില് സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. സ്തോത്രം. യുകെയിലുള്ളവർക്ക് പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. സ്തോത്രം. ഇന്ന് പകലും നിങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ കർത്താവ് സഹായം ചെയ്തതോർത്ത്, ബലം നൽകിയതോർത്ത്, ആയുസ് നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് അനന്യനാകുന്നു, വാക്കും മാറാത്തവനാകുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളില് നടന്ന എല്ലാ ഫെലോഷിപ്പുകൾക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസന്മാരെ നമ്മുടെ മധ്യത്തില് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ഉപയോഗിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാകുന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് ആമേൻ. സ്തോത്രം.
ഓഫ് ഉള്ള ദിവസമാണ്. സോ അപ്പൊ ഞാൻ കരുതി അങ്ങ് ഉറങ്ങാം, ക്ഷീണങ്ങളൊക്കെ അങ്ങ് ഉറക്കി തീർക്കാം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് 6 മണിക്ക് ഏർലി മോർണിംഗ് തട്ടി ഉണർത്തി, പിന്നെ 6 മണിക്ക് തട്ടി ഉണർത്തി. സ്തോത്രം. പിന്നെ എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വചനം പഠിപ്പാനൊക്കെ ദൈവം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വളരെ ശക്തമാണ്. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥന നിർത്തരുത്. ശേഷിക്കുന്ന പ്രാർത്ഥനാ വിഷയം, ആമേൻ സ്തോത്രം, ഒരു വിഷയം കൂടി പ്രാർത്ഥിപ്പാനുണ്ടല്ലോ. ആമേൻ. മെസ്സേജ് കഴിഞ്ഞിട്ട് അത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. പ്രസംഗത്തെക്കാൾ ആമേൻ സ്തോത്രം ഏറ്റവും നല്ലത് പ്രാർത്ഥനയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളുടെ ജീവൻ എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. പ്രൈസ് ലോർഡ്. പ്രാർത്ഥന ഭരിക്കുമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പത്രോസ് കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ ദൈവസഭ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേ. സഭയുടെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന ഫലിച്ചു. സ്തോത്രം. ആമേ. ഇനിയും ഫലിക്കുക. നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പില് സ്തോത്രം. ഹല്ലേലൂയ. അതേ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയങ്ങൾ ഉള്ളവർ അറിയുക, ഈ പ്രാർത്ഥന എനിക്ക് വിടുതലായി തീരും. നമ്മൾ ഈ പ്രയർ കഴിയുമ്പോൾ ഒരു വ്യക്തി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു, ക്രിസ്തുവേശ്വര നാമത്തിൽ കേട്ട ഉത്തരം അരുളണമേ, ആമേൻ. അപ്പൊ നമ്മളെല്ലാവരും എന്തോ ചെയ്യും? ആമേൻ എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ആകട്ടെ എന്ന്. സ്തോത്രം. ഇല്ലാത്ത പലരും ഇപ്പൊ എല്ലാവരും മ്യൂട്ടിലായതുകൊണ്ട് ആരൊക്കെ പറഞ്ഞു ആരൊക്കെ പറഞ്ഞില്ലെന്ന് എനിക്ക് അറിയുന്നില്ല. സ്തോത്രം. ഇനിയുള്ള പ്രാർത്ഥനകളിൽ അത് ചെയ്യണം. സ്തോത്രം. അത് ചെയ്യണം. ആമേൻ എന്ന് പറയണം. നമ്മൾ ആ പ്രാർത്ഥനയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത്, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവമേ എന്റെ വിഷയം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അത് ആ പ്രാർത്ഥനയുടെ ഫലം എനിക്ക് കിട്ടുമെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആ പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്. കർത്താവ് അതിന് മറുപടി നൽകും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ സമയങ്ങളെ വെച്ച് നീട്ടുന്നില്ല. സ്തോത്രം. നമ്മളെ ഈ ദിവസങ്ങളെല്ലാം പഠിക്കുമ്പോൾ തന്നെ പല ആഴങ്ങളും ആമേൻ കർത്താവ് നമ്മളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഹിയർ ഐ ആം, ഞാനിതാ, അല്ലെങ്കിൽ ഹിനേനി. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആരും അടുത്തു പോകല്ലേ. സ്തോത്രം. അല്ലെ, ഇന്ന് ലാസ്റ്റ് വ്യക്തിയെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിനോടൊപ്പം തന്നെ മറ്റു ചില ദൈവികമായ പ്ലാനുകൾ കൂടി, ദൈവത്തിന്റെ ആലോചനകൾ കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ആമേൻ. ഇന്നത്തെ പഠനത്തിനും ദൈവിക ആലോചന കേൾക്കേണ്ടതിനും ആമേൻ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 10-ാം വാക്യം. അപ്പോസ്തല പ്രവർത്തികൾ 9-ന്റെ. എന്നാൽ അനന്യാസ് എന്ന ഒരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവെ, അടിയൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട് നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്ക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ് മതി ആന്റി. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ചതായ വാശി കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയദാസിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വചനം കേട്ട എല്ലാ വിശുദ്ധന്മാരെയും അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ വായിച്ചതിനെ കുറിച്ചുള്ള ആഴങ്ങളും ഉപദേശങ്ങളും വിടുതലുകളും ഗ്രഹിച്ച് പ്രാപിച്ച് സന്തോഷത്തോടെ ഇന്ന് ഈ ഫെലോഷിപ്പ് കർത്താവെ ലീവ് ആകുവാൻ കർത്താവ് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, ആമേന്റെ ഇതിന്റെ സകല സംവിധാനങ്ങളെയും യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വായിച്ചു കേട്ടത് അനന്യാസ് എന്ന വ്യക്തിയെ കുറിച്ച്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ആമേൻ, നമുക്ക് അതിനു മുൻപ് നമ്മൾ കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മൾ കേട്ടത് ആമേൻ സ്തോത്രം. അതിനു മുമ്പ് ജഫിൻ ആമേൻ സ്തോത്രം സങ്കീർത്തനത്തിൽ നിന്ന് നമ്മളെ പ്രബോധിപ്പിച്ചു.
വളരെ നന്നായിരുന്നു. ജെഫിനെ കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ. ദൈവവചന ധ്യാനത്തിലും ദൈവവചന ഘോഷണത്തിലും ജെഫിൻ ബ്രദറെ കർത്താവ് അധികമായി ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. കർത്താവ് ശക്തീകരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ നമ്മൾ ആരെ കുറിച്ചാണ് പഠിച്ചത്? യെശയ്യാവിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രവചിച്ചു നടന്നവൻ. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ തേജസ് കാണുന്നു. അതിനു മുൻപിൽ തന്റെ കുറവുകളെ ഏറ്റുപറയുന്നു. ദൈവം അവനെ എടുത്ത് ഉപയോഗിക്കുന്നു. ആമേൻ. ശക്തനായ ഒരു പ്രവാചകനാക്കി തീർക്കുന്നു. ഈ വിഷയങ്ങളെ നമ്മൾ പഠിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ പ്രസൻസ്. ആമേൻ. സ്തോത്രം. അതൊരു വിഷയമാണ്. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അടിയൻ ഇതാ എന്ന് പറയുന്നതിന് മുമ്പ് മാറ്റങ്ങൾ സംഭവിച്ചു യെശയ്യാവിന്റെ ജീവിതത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്നത്, ഗോഡ്സ് പ്രസൻസ് have a way of pulling back the layers and revealing what is really inside of a person. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘടകങ്ങളെയും, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ലേയേഴ്സിനെയും ആമേൻ സ്തോത്രം ചെകഞ്ഞും മാറ്റി ആമേൻ സ്തോത്രം ഒരു മനുഷ്യന്റെ ഉള്ളിൽ എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വാസ്തവത്തിലെ നമ്മൾ ദൈവമേ നിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ ഇന്ന് പോകുന്ന മീറ്റിംഗിൽ അങ്ങനെ സാന്നിധ്യം ഉണ്ടാകണമേ. ഇന്നത്തെ യാത്രയിൽ അങ്ങനെ സാന്നിധ്യം ഉണ്ടാകണമേ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന വിഷയമാണ് ഗോഡ്സ് പ്രസൻസ്. പക്ഷെ ഗോഡ്സ് പ്രസൻസിന് ഒത്തിരി ദൈവത്തിന്റെ സാന്നിധ്യത്തിന് ധാരാളം ബെനിഫിറ്റുകളുണ്ട്. എന്നാൽ അതിലേറ്റവും ശക്തമായ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ തന്നെ റിവീൽ ചെയ്യുന്നതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ചെറിയ ബുദ്ധിയിലോ അറിവിലോ കാഴ്ചപ്പാടിലോ നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്നറിയാമോ? ദൈവസാന്നിധ്യം നമ്മളെ സൗഖ്യമാക്കും. ദൈവസാന്നിധ്യം നമ്മുടെ ഭാരങ്ങളെ മാറ്റും. അത് മാത്രമല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവസാന്നിധ്യം നമ്മൾ ആരാണെന്ന്, നമ്മൾ എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വാസ്തവത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ നെടുമ്പാട് വീണ് കരഞ്ഞു പോകും. സ്തോത്രം. നമ്മുടെ ഒരു ആവശ്യങ്ങളും പിന്നെ പറയാൻ പറ്റുകയില്ല. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും അങ്ങോട്ട് പറയാൻ പറ്റുകയില്ല. കാര്യം ആരോടാ പറയുന്നത്? ആരെ കണ്ടിരിക്കുന്നു? പരിശുദ്ധനെ കണ്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേ. നമ്മളെ ദഹിപ്പിക്കുന്ന ദൈവത്തെ കണ്ടിരിക്കുന്നു. ഈ പഴയ നിയമ കാലത്തില് ഈ ദൈവത്തിന്റെ സാന്നിധ്യം വന്നപ്പോ ഞാൻ ദൈവത്തെ കണ്ടുപോയല്ലോ എന്നാ പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊക്കെ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ പ്രസൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഭയന്നു പോയി. അവരുടെ ഉള്ളിലെ ഭയം എന്തോന്നറിയാമോ? ഞാൻ മരിച്ചു പോകും, ഞാൻ ദൈവത്തെ കണ്ടുവല്ലോ, ഞാൻ മരിച്ചു പോകും. ഓർക്കണം, ആ സെയിം ദൈവത്തെയാ, ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഞാൻ അനേക ക്രൂസൈഡുകൾക്ക് പോയിട്ടുണ്ട്, അനേകം ഡെലിവറൻസ് മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. ആമേൻ സ്തോത്രം. പ്രമുഖരായ പല ദൈവദാസന്മാരുടെ മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. അവര് വിളിച്ചു പറയുന്ന ഒരു കാര്യം, സ്തോത്രം, ഇതിൻ്റെ അകത്ത് ഞാൻ ചിന്തിക്കുന്നത് പോലെ എത്ര പേർ ചിന്തിക്കുന്നു എന്ന് എനിക്ക് അറിയുന്നില്ല. പ്രൈസ് ലോർഡ്. എന്റെ ഒരു ചിന്ത എങ്ങനെയാണ്, അവർ വിളിച്ചു പറയുന്നുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന്. പക്ഷെ ഇതിനെക്കുറിച്ച് ആഴമായി പഠിക്കുന്നതിന് മുമ്പ് ഞാനും ഈ സാന്നിധ്യം വന്നെന്ന് കേൾപ്പം ഈ സാന്നിധ്യം എന്ന് കേൾക്കുമ്പോൾ എന്റെ ചിന്തകൾ, അന്നത്തെ എന്റെ ബാല്യ ചിന്തകൾ എന്നറിയാമോ? ഇത് ആർപ്പിടാനുള്ളതാ, തുള്ളിച്ചാടാനുള്ളതാ. ഞാൻ നോക്കിയപ്പോ എല്ലാവരും തുള്ളിച്ചാടുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ വന്നിരിക്കുന്ന എന്താ പറയുന്നേ ഇൻസ്ട്രുമെന്റ്സ്, കൊയറൊക്കെ അതിന്റെ രീതിയിൽ ഞാൻ പറയുന്നത് സത്യമല്ലേ? ആമേ. ജെഫിനെ പ്രൈസ് ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. സത്യമാണ്. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ജെഫിനും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം. ആമേ. കീബോർഡൊക്കെ അതിനനുസരിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം വന്ന് പറയുമ്പോഴത്തേക്ക് ഡ്രം സെറ്റ് അതിനനുസരിച്ച് അതിന്റെ ഈണങ്ങളും താളങ്ങളും പോകുന്നു, കീബോർഡ് താളങ്ങൾ പോകുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇപ്പൊ ദൈവ സാന്നിധ്യം നമ്മുടെ ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം വന്നു നോക്കിയപ്പോഴത്തേക്കും കാഹളം ഊതുന്നു. എന്റെ കൂടെ ആണോ? നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടോ? ദൈവം വന്നു എന്ന് പറയുമ്പം 2-3 കാഹളവും പിടിച്ചോണ്ട് നിൽപ്പുണ്ട്. ഒറിജിനൽ കാഹളമാ. സ്തോത്രം. അതൊക്കെ ഒറിജിനൽ കാഹളമാണെന്ന് അവർ പറയുന്നത്. അത് നീട്ടി ഊതുന്നു. സ്തോത്രം.
ഞാൻ നോക്കിയപ്പോ അവിടെ ഉള്ളവർ എല്ലാരും കൂടി അലറുന്നു, വിളിക്കുന്നു, കൈകാലിട്ടടിക്കുന്നു. ഒറ്റ ഒരെണ്ണം അവിടെ കരയുന്ന ഞാൻ കണ്ടില്ല. ഒരെണ്ണം ഞാൻ എന്റെ ദൈവത്തെ കണ്ടുപോയല്ലോ എന്ന് പറയുന്നില്ല. ഒരെണ്ണം അവിടെ തന്നെ ഇരിക്കുക. എല്ലാ കേമന്മാരാ. വലിയ പാപവും അകൃത്യവും വഹിച്ച് ദൈവത്തിന് മുമ്പില് ദൈവത്തെ കണ്ടു. ആ മുഖഭാഗം വേറെ വേറെ എന്താ കണ്ടു? ഏതോ ഒരു സിനിമാ നടനെ കണ്ട പോലെ. എത്ര പേര് എന്നോട് യോജിക്കുമെന്ന് അറിയുന്നില്ല കേട്ടോ. ദൈവ സാന്നിധ്യം സിനിമാ നടനെ കണ്ടിട്ട് കൈയടിക്കാനുള്ളതല്ല. ദൈവം വന്നു എന്ന് പറയുന്നത് ഒരു ആക്ടർ അല്ല വന്നേക്കുന്നത്. കോരി തരിപ്പിക്കുന്നവനല്ല വന്നേക്കുന്നത്. അഖിലാണ്ടത്തിന് ഉടയവനാ വന്നിരിക്കുന്നത്. സ്തോത്രം. അഖിലാണ്ടത്തിന്റെ ഉടയവനാ വന്നിരിക്കുന്നത്. നമ്മളെ നിലനിർത്തുന്ന നാഥനാ വന്നിരിക്കുന്നത്. നന്ദി വേണം, സ്തുതി വേണം. പക്ഷേ ആക്ച്വൽ ദൈവ പ്രസൻസിന്റെ മുൻപിൽ എനിക്കോ നിങ്ങൾക്കോ നിൽക്കാൻ സാധിക്കത്തില്ല. അവിടെ കരയുവാൻ തുടങ്ങും, അവിടെ പാപബോധം വരും. കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞല്ലോ, നമ്മൾ നിസ്സാരമെന്ന് കരുതിയത് പോലും അവിടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വെളിപ്പെട്ട് വരും. യേശുവിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യെശയ്യാവിന്റെ ജീവിതത്തിൽ അതാ പറയുന്നത്. ശക്തനായ ഒരു പ്രവാചകൻ ദൈവ സാന്നിധ്യം കണ്ടപ്പോൾ പ്രവചന ശുശ്രൂഷയുടെ ആഴങ്ങളിലേക്കല്ല പോയത്, അവന്റെ ആ ഭക്തന്റെ ജീവിതത്തിലെ അകൃത്യങ്ങളുടെ ആഴങ്ങളിലേക്കാ പോയത്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നാ പറഞ്ഞത്. അയ്യോ ഞാൻ പാപിയായ ഒരു മനുഷ്യൻ എന്നാ പറയുന്നത്. സ്തോത്രം. അല്ലയോ ഞാൻ അകൃത്യം വഹിക്കുന്ന ഒരു മനുഷ്യനാണെന്നാ പറഞ്ഞത്. ഇന്ന് പകൽ ആമേൻ സ്തോത്രം. ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവ സാന്നിധ്യം ഭയത്തോടെ ഇരിക്കണം. മീറ്റിങ്ങിൽ ഇരിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധത്തോടു കൂടെ. നമുക്ക് സാധാരണ ദൈവത്തിന്റെ പ്രസൻസ് കൂട്ടായ്മയിലോ സഭായോഗത്തിനോ ഒക്കെയാ ഉള്ളത്. നോ. സ്തോത്രം. ഞാൻ ഇരിക്കുന്നത് അങ്ങ് അറിയുന്നു, ഞാൻ എഴുന്നേൽക്കുന്നത് അങ്ങ് അറിയുന്നു. സ്തോത്രം. അവിടുത്തെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഭക്തൻ ഭയത്തോടെ വേണം ഓരോ ചുവടും വയ്ക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാന് ആ ഒരു റിവലേഷന്റെ മനസ്സിൽ വന്നപ്പോ ഉണ്ടല്ലോ, ഒരു വാക്കുച്ചരിക്കുന്നത് ഭയപ്പെട്ട, നോക്കുന്നത് ഭയപ്പെട്ട, ആമേൻ സ്തോത്രം, എന്തെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് ഭയപ്പെട്ടാണ്. കാര്യം എന്നെ അറിയുന്ന ദൈവമാണ്, എന്നെ ശോധന ചെയ്യുന്ന ദൈവമാണ്, എന്നെ ഉള്ളതുപോലെ അറിയുന്ന ദൈവമാണ്. സ്തോത്രം. അപ്പോൾ യെശയ്യാവിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി, റെവലേഷൻ ഉണ്ടായി, ദൈവത്തെക്കുറിച്ച് റെവലേഷൻ ഉണ്ടായി. ദൈവം ആരാണ്, എന്താണ്. സ്തോത്രം. ആ റെവലേഷന് മുമ്പിൽ തനിക്കുണ്ടാകേണ്ട മാറ്റങ്ങൾ, അതിനെക്കുറിച്ച് ആമേൻ സ്തോത്രം. നമ്മള് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു, പത്രോസിന്റെ പടകിൽ യേശു കയറുന്നു. ആമേൻ സ്തോത്രം. പടക് ശൂന്യമാണ്. ആമേൻ സ്തോത്രം. അവൻ വല കഴുകുകയായിരുന്നു, മറ്റൊരിടത്ത് അവൻ വല നന്നാക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ബിബ്ലിക്കലി എനിക്ക് ഒത്തിരി തോട്ട്സ് വരുന്നുണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നില്ല. പത്രോസിന്റെ പടകിൽ യേശു കയറുന്നു, സർവശക്തൻ കയറുന്നു. സർവശക്തൻ പറഞ്ഞതുപോലെ പത്രോസ് വല വീശുന്നു, പെരുത്ത മീൻകൂട്ടം കിട്ടുന്നു. ആഹ്ലാദിക്കേണ്ട സമയമാണ്. സ്തോത്രം. കീബോർഡൊക്കെ അടിച്ച്, സ്തോത്രം, എന്റെ ഭാഷയെ പറഞ്ഞാൽ ഡ്രംസൊക്കെ അടിച്ച് റിതം പാടൊക്കെ അടിച്ച് സ്തോത്രം. വലിയ നന്മയുടെ പാട്ട് പാടേണ്ടുന്നവൻ എന്താ ചെയ്തെന്നറിയുമോ? നന്മയുടെ പാട്ടല്ല പാടിയത്, യഹോവ ചെയ്ത നന്മകളെ കുറിച്ചല്ല പാടിയത്. അവൻ പറയുകയാണ്, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എന്നെ വിട്ട് പോകണമേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പത്രോസേ, നിന്റെ പടകിൽ ഈ പെരുത്ത മീൻകൂട്ടം തന്നത് ആമേൻ സ്തോത്രം, അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. സ്തോത്രം. ഇന്ന് പകൽ ഓർത്തോണം, ചില നന്മകൾ കർത്താവ് തരുന്നത് കർത്താവ് തന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ തന്നെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ പടകുന്ന ലൂക്കോസിന്റെ സുവിശേഷം ലൂക്ക് ചാപ്റ്റർ 5 അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ വായിച്ചായിരുന്നു. ലൂക്ക് ചാപ്റ്റർ 5 verse 8. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു.
ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കൾക്കും ഔവണ്ണം തന്നെ യേശു ശീമോനോട് ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേ മതിയാവൂ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചേ മതിയാകൂ. 5:2 പറയുന്നത്, ആമേൻ, സ്തോത്രം, ഇങ്ങനെ പറയുന്നത്, അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായി ഒന്നിൽ അവൻ കയറി. കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. ഇവിടെ എന്താ സംഭവിച്ചത്? ആ പടകുകളില് ശീമോനുള്ളതായി ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. എല്ലാവരുടെ കയ്യിൽ ബൈബിളില്ലേ? എല്ലാവരുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ? ഒന്ന് എന്നെ കേൾപ്പിക്കാൻ വേണ്ടി പറയണ്ട. നിങ്ങൾ വീഡിയോയിൽ വരികയോ വരാതിരിക്കുകയോ ചെയ്തോ, പക്ഷെ നിങ്ങളത് വായിച്ചേ. പടകിലിരുന്ന് എന്തോ ചെയ്തു? പുരുഷാരത്തെ ഉപദേശിച്ചു. അവിടെ അത്ഭുതം ചെയ്തെന്നല്ല പറയുന്നത്. പടകിലിരുന്ന് രോഗികളെ സൗഖ്യമാക്കി എന്നല്ല പറഞ്ഞത്. ആമേൻ, സ്തോത്രം. യേശുക്രിസ്തു തന്റെ ഡോക്ട്രിൻസ് അവിടെ പറഞ്ഞു. പിതാവിൽ നിന്ന് പ്രാപിച്ച ഉപദേശം പറഞ്ഞു. സ്തോത്രം. നോക്കിക്കേ, ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട്, സ്തോത്രം, കരയിൽ നിന്ന്, എല്ലാരും കേൾക്കണം കേട്ടോ. ഞാൻ ഈ അധ്യായം പലപ്പോഴും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഈ അധ്യായം, ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ ആമേൻ, പരിശുദ്ധാത്മാവ് എന്നെ ഗൈഡ് ചെയ്യുന്ന ഞാൻ കാണിക്കുക. കരയിൽ നിന്ന് അല്പം നീക്കണം. സ്തോത്രം. ഈ അല്പം നീക്കിയത് ഉപദേശിക്കാനാ. സ്തോത്രം. അല്പം നീക്കിയതിനാ? ഉപദേശിക്കാനാ. എത്ര പേര് പരിശുദ്ധാത്മാവിനോട് കൂടെ ഉണ്ട്? എത്ര പേര് ഈ ആലോചനയുടെ കൂടെ നിൽക്കുന്നുണ്ട്? പടകിലിരുന്ന് ജനത്തെ ഉപദേശിക്കുക. ഇന്ന് ജനസമൂഹത്തിന് വേണ്ടുന്നത് ഉപദേശമല്ല. ഇന്ന് എല്ലാവരും ഓടിക്കൂടുന്നത് മുഴ മാറാനാ. ഇന്ന് എല്ലാവരും ഓടിക്കൂടുന്നത് കഴുത്തിലെ വേദന മാറാനാ. മാറത്തില്ല, നല്ല കേട്ടോ, മാറ്റിയിട്ടുണ്ട്. ദൈവകൃപയാൽ നമ്മുടെ ഈ പ്രയർ ഗ്രൂപ്പിൽ പനി പോയിട്ടുണ്ട്, ക്യാൻസർ പോയിട്ടുണ്ട്, മുട്ടുവേദന പോയിട്ടുണ്ട്, മാനസിക പ്രയാസങ്ങൾ മാറിയിട്ടുണ്ട്, വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ ഇന്ന് എല്ലാവരും മിക്കയെടുത്ത് ആൾക്കാർ കൂടുന്നത് അത്ഭുതങ്ങൾക്ക് വേണ്ടിയാ. പക്ഷെ എന്റെ കർത്താവ് പടക് ഒരല്പം എന്നെ കർത്താവ് ഒരു വചനത്തിനൊരു വെളിപ്പാട് തന്നിട്ടുണ്ട്. അതങ്ങോട്ട് കൈമാറാൻ പോവാ കേട്ടോ. പടക് ഒരല്പം നീക്കുക, എ സ്മോൾ ഡിസ്റ്റൻസ്. എന്താണെന്നറിയോ? ഉപദേശിക്കാൻ. ഇന്ന് ഈ സമയത്ത് ഞാൻ ദൈവസ്നേഹത്തിൽ പറയുകയാണ്. എന്റെ ഒരു വിഷയം ഞാൻ അടുത്ത തവണ ഞാൻ പറയാം കേട്ടോ. ദ ഡോക്ട്രിൻസ് ഓഫ് ജീസസ്, ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് അറിയാൻ ഒരല്പം നീക്കിയാൽ മതി. രാമൻ പറഞ്ഞേ, ഈ കരയോട് ചേർത്ത് വെച്ചിരിക്കുന്ന, കടലിൽ നിന്ന് മാറി കരയോട്, എത്ര പേര് കടൽക്കരയിൽ പോയിട്ടുണ്ട്? സ്തോത്രം, പ്രൈസ് ലോർഡ്. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് പ്രാമേദിന് സ്തോത്രം, ഞാൻ മിക്കവാറും കൊല്ലത്ത് പോവായിരുന്നു. വില കുറച്ചും ലാഭത്തിലും മീൻ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ അവിടെ ലേലം പിടിക്കാൻ പോകും. ഈ ബോട്ടുകളെല്ലാം കരയോട് ചേർത്ത് ഇങ്ങനെ അമക്കി വെച്ചിരിക്കുക. സ്തോത്രം, ചേർത്ത് വെച്ചിരിക്കുക. എല്ലാം കഴിഞ്ഞു. സ്തോത്രം. കിട്ടിയവരുണ്ട് അതിന്റെ സന്തോഷത്തില്, കിട്ടാത്തവർ അതിന്റെ പരിഭവത്തില് ഈ വള്ളമെല്ലാം കൊണ്ടുവന്ന് കരയോട് ചേർത്ത് വെച്ചിരിക്കുക. സ്തോത്രം, പ്രൈസ്. ഞാനൊരു ദൂത് പറയുക, ഇതിനകത്ത് ലഭിച്ചവരുണ്ട്, ലഭിക്കാത്തവരുണ്ട്. ലഭിച്ചവർ സന്തോഷത്തോടെ ഇരിക്കുന്നു, നന്മ ലഭിക്കാത്തവർ അതിന്റെ പ്രയാസത്തോടിരിക്കുന്നു. സ്തോത്രം. രണ്ടുപേരോടും പരിശുദ്ധാത്മാവ് പറയുകയാണ്, രണ്ടു കൂട്ടരോടും പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരല്പം നീക്കണം.
എന്റെ യേശുവിന് ആമേ സ്തോത്രം. നമ്മുടെ പടകിൽ ചില ഡോക്ട്രിൻസ് പകരുവാനുണ്ട്. നമ്മുടെ ഭവനത്തിൽ ചില ഉപദേശങ്ങൾ പറയുവാനുണ്ട്. അയ്യോ പാഷ, ഞങ്ങൾക്ക് ഉപദേശം എല്ലാം അറിയാം. നോ, അങ്ങനെ പറയല്ലേ. അറിയേണ്ടത് പലതുമുണ്ട്. യേശുവിനെ കുറിച്ച് അറിയേണ്ടത് പലതുമുണ്ട്. യേശുവിനെ കുറിച്ച് ഗ്രഹിക്കേണ്ടത് ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്. ആമേ സ്തോത്രം. ആമേ സ്തോത്രം. മോനെ ഗബിയേ, ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ഞാൻ പറയും, കർത്താവേ അങ്ങയെ കുറിച്ച് വെളിപ്പാട് തന്നതിനായി സ്തോത്രം. അപ്പൊ കർത്താവിനോട് പറയും, മോനെ നിനക്കൊന്നും ആയിട്ടില്ല മോനെ, നീ എന്നെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല, അറിയേണ്ടത് പോലെ അറിഞ്ഞിട്ടില്ല. ആമേ ഓരോ പ്രാവശ്യവും ആമേ ആ ശബ്ദം ഞാൻ ആത്മാവിൽ കേൾക്കുമ്പോൾ എന്റെ പടക അല്പം കൂടി ഇറക്കി കൊടുക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ കരയിൽ നിന്ന് ഒരല്പം മാറി നമ്മുടെ ചില കരകളുണ്ട്, നമ്മൾ ഉറച്ചിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, അതിൽ നിന്ന് മാറി അല്പം മാറിയിരുന്ന് കൊടുക്കണം. ആമേ സ്തോത്രം. ഞാൻ പറയുന്നത് കർമ്മേൽ പ്രയറിൽ വന്നിരിക്കുന്ന കാര്യമല്ല പറയുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആമേ നമ്മൾ പറ്റിച്ചേർന്നിരിക്കുന്ന ചില കരകളുണ്ട്. ആ കരകളിൽ നിന്ന് മാറി യേശുവേ എന്നോട് സംസാരിക്കണമേ, എന്നെ ഉപദേശിക്കണമേ, ഞാൻ ഉപദേശിച്ച് നടക്കേണ്ടുന്ന പാതയിൽ നടത്തണമേ, എന്റെ കാലുകളെ ക്രമീകരിക്കണമേ, എന്റെ ചിന്തകളെ ക്രമീകരിക്കണമേ. ആമേ സ്തോത്രം. ആമേ വീട് വയ്ക്കാനുള്ള പ്ലാനല്ല, എന്റെ ദൈവമേ സ്വർഗീയ ഭവനത്തിൽ എത്താനുള്ള പ്ലാൻ എന്നെ ഗ്രഹിപ്പിക്കണമേ. ആമേ സ്തോത്രം. നിത്യരാജ്യത്തിൽ എത്തുവാനുള്ള ആമേ സ്തോത്രം ഉപദേശങ്ങൾ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നമ്മുടെ പടക് ഒരൽപ്പം നീക്കുമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ ആ തീരുമാനം എടുക്കുന്നുണ്ട്? എന്റെ ജീവിതത്തെ ഞാൻ യേശുവിന് വേണ്ടി ഒന്നും കൂടി കൊടുക്കുകയാ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാ, നിങ്ങൾ സ്നാനപ്പെട്ടവരാ, നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്നവരാ. നോ, അതുകൊണ്ടൊന്നും എന്റെ യേശു തൃപ്തനല്ലെന്ന് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ പ്രസംഗിക്കുന്നവനാ, ഞാൻ ദൈവകൃപയാൽ ഞാൻ ദൂതുകൾ കൊടുക്കാറുണ്ട്. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഭൂതങ്ങൾ വിട്ടുപോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ആഗ്രഹം, എന്റെ പടക്, എന്റെ ജീവിതം ഒന്നും കൂടി ദൈവശബ്ദത്തിനായി ഞാൻ കൊടുക്കുന്നു, ദൈവിക ഉപദേശത്തിനായി കൊടുക്കുന്നു. ഇന്ന് രാത്രി എത്ര പേര് സമർപ്പിക്കുന്നുണ്ട്? ചിലരോട് പറയാൻ ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് 10-20 കൊല്ലമായി. നോ, വിശ്വാസത്തിൽ വന്ന ചരിത്രമല്ല കർത്താവിനെ കേൾക്കേണ്ടത്. ഓരോ ദിവസവും യേശുവിന്റെ ഉപദേശം കേൾക്കുവാൻ, ആമേ സ്തോത്രം, ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് കേട്ട് ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് കൂടി നടക്കുവാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു, എന്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. സ്തോത്രം. കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് ഏറ്റവും നല്ല ടാബ് കൊടുക്കുക, അവർക്ക് ഏറ്റവും നല്ല വസ്ത്രം കൊടുക്കുക. പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് അവരോട് പറയണം. ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദൂരതയിലായിരിക്കുന്നവർ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ വിളിക്കാറുണ്ടല്ലോ, നിങ്ങളെ വീഡിയോ കോൾ ചെയ്യാറുണ്ടല്ലോ. സ്തോത്രം. അവരുടെ കാറ് കാണുക, അവരുടെ വീടെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിക്കുക. പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ വിളിക്കുമ്പോൾ അവരോട് ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് പറയുക. അവർ കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ടോ ചോദിക്കുക. ആമേ സ്തോത്രം. അവരോട് ദൈവം നിങ്ങളെ അറിയിച്ചതായ ക്രിസ്തീയ ഉപദേശങ്ങൾ പറയുക. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ വെളിപ്പാട് അവരോട് പറയുക. സ്തോത്രം. അങ്ങനെ എങ്കിൽ ഒരല്പസമയം ക്രിസ്തീയ ഉപദേശത്തിന് വേണ്ടി ഒരല്പസമയം ആമേ സ്തോത്രം, ഹല്ലേലൂയ, ക്രൈസ്തവ മൂല്യങ്ങൾ പങ്കിടുവാൻ, ക്രൈസ്തവ മൂല്യങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിപ്പാൻ നിങ്ങൾ അല്പം മാറ്റിവെക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. കരയിൽ നിന്ന് അല്പം നീക്കണം. ഞാൻ നിങ്ങളോട് മണിക്കൂറുകൾ ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല. ഒരല്പസമയം യേശുവിൽ നിന്ന് ആലോചന പ്രാപിപ്പാൻ, യേശുവിൽ നിന്ന് ഉപദേശങ്ങൾ പ്രാപിപ്പാൻ, യേശുവിൽ നിന്ന് സത്യവഴികളെ പഠിക്കുവാൻ ഒരല്പസമയം മാറ്റി വെക്കുമെങ്കിൽ, 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ഒന്ന് വായിച്ചു വേഗം സഹായിച്ചാട്ടെ. 4-ാം വാക്യം. ലൂക്കോസ് 5:4. ഉപദേശിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കുവീരെന്ന് പറഞ്ഞു. കേട്ടോ? ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് കേൾക്കുവാൻ, യേശുവിൽ നിന്ന് ചിലത് പ്രാപിപ്പാൻ
യേശുവിൽ നിന്ന് ചില ഉപദേശം കൈക്കൊള്ളുവാൻ ഒരല്പസമയം മാറ്റിവെച്ചപ്പോൾ, ഒരല്പ ദൂരം വിട്ടുകൊടുത്തപ്പോൾ യേശു പറയുവാണ് ആ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കുക. ഇന്ന് രാത്രികാലം ദൈവത്തിനാത്മാവ് സംസാരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു അരമണിക്കൂർ ദൈവസന്നിധിയിൽ ഇരുന്ന് ഞാൻ നന്നാകാനുള്ള, ഞാൻ നിത്യതയിൽ എത്താനുള്ള വഴിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ ഭാരപ്പെടുത്തിയ, കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ബുദ്ധിമുട്ടിച്ച, കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ പ്രയാസപ്പെടുത്തിയ വിഷയങ്ങളിൽ കർത്താവിനെ ആഴങ്ങളിലേക്ക് ഇറങ്ങി സ്തോത്രം ഹല്ലേലൂയ വലയിറക്കുവാൻ, ഒരു പെരുത്ത മീൻകൂട്ടം കിട്ടുവാൻ കർത്താവിനെ അല്പമല്ല നീക്കുന്നത്, കർത്താവിനെ ആഴത്തിലേക്ക് കൊണ്ടുപോകും. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് സംസാരിക്കുക. 5 മിനിറ്റ് കർത്താവിന് വേണ്ടി മാറ്റിവെക്കാമെങ്കിൽ നിന്റെ ജീവിതത്തില് സ്തോത്രം ഹല്ലേലൂയ ചില ആഴങ്ങളിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടുപോകും. എന്റെ യേശുവിന് വേണ്ടി ഒരു ദിവസം ഒന്ന് മാറ്റിവെക്കാമെങ്കിൽ കർത്താവ് നിന്നെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകും. എന്റെ കർത്താവിന് വേണ്ടി ചില ദിവസങ്ങൾ മാറ്റിവെക്കുമെങ്കിൽ സ്തോത്രം കർത്താവ് നിന്നെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകും. എത്ര പേര് അതിനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്? നമുക്കെല്ലാം ജോലി തിരക്കുള്ളവരാണ്, പല ബദ്ധപ്പാടുകളുള്ളവരാണ്. ശുശ്രൂഷയുള്ളവർ അതിന്റെ ബദ്ധപ്പാടുകൾ, ജോലി ചെയ്യുന്നവർ അതിന്റെ ബദ്ധപ്പാടുകൾ, കുഞ്ഞുങ്ങളെ നോക്കുന്നവർ അതിന്റെ ബദ്ധപ്പാടുകൾ. ഇതിന് നടുവില് ഒരല്പസമയം യേശുവിന് വേണ്ടി മാറ്റിവെക്കും. എന്നൂടെ പറയാം, നന്മ പ്രാപിക്കാനല്ല, കടം മാറാനല്ല, മുഴ മാറാനല്ല, ക്യാൻസർ മാറാനല്ല, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ഒരല്പസമയം നീ മാറ്റിവെക്കുമെങ്കിൽ നിന്നെ അലട്ടിയ വിഷയങ്ങളിൽ മേല് എന്റെ യേശു നിന്നെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ആലോചന നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ആഴങ്ങളിലെ നന്മ പ്രാപിച്ച പത്രോസ് പറയുകയാണ്, സ്തോത്രം. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ. കർത്താവ് നമുക്ക് നന്മ നൽകുന്നത് അവൻ യേശുവിനെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ ജീവിതത്തില് കാൽക്കൽ വീണ് നമസ്കരിപ്പാനാ, കാൽക്കൽ വീണ് കുറവുകൾ ഏറ്റു പറയാനാ. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് 11-ാം വാക്യം. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ടവനെ അനുഗമിച്ചു. സ്തോത്രം. യേശു കർത്താവ് ആരാണെന്നും യേശു കർത്താവിന് എന്തെല്ലാം കഴിയുമെന്നും പത്രോസേ നിന്റെ പടകിൽ വെളിപ്പെടുത്തിയത് അവനെ അനുഗമിപ്പാനാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കർത്താവിനെ അനുഗമിപ്പാൻ സമയമായി, നീ കർത്താവിന്റെ കൂടെ പോകുവാൻ സമയമായി. ഒന്നുകൂടി ഞാൻ പറയാം, ബിലീവർ ആയിരിക്കാനല്ല, ടു ബി എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്. സാധാരണ വിശ്വാസിയായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാം, ടു ബി എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്. യേശു പോകുന്നിടത്തേക്ക് പോകുവാൻ, യേശു ചലിക്കുന്നിടത്തേക്ക് ചലിച്ചു പോകുവാൻ, യേശുവിന്റെ കൂടെ സഞ്ചരിക്കുവാൻ ഇന്ന് രാത്രികാലം എത്ര പേര് തീരുമാനമെടുത്തിട്ടുണ്ട്? സ്തോത്രം. അങ്ങനെ തീരുമാനമെടുത്തിട്ട് സ്തോത്രം അതിന്റെ ആത്മീയ വിടുതൽ അനുഭവിച്ചവനാ ഞാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാലത്ത് ഒരു വിശ്വാസിയായിട്ടിരുന്നു, എന്നാൽ ഒരു കാലത്ത് യേശുവിന്റെ പിന്നാലെ നടക്കുവാൻ തുടങ്ങി, യേശു പോകുന്നിടത്തേക്ക് പോകാൻ തുടങ്ങി. അത്ഭുതം കാണുവാനല്ല, ഉപദേശം കൈക്കൊള്ളുവാൻ. അത് മരുഭൂമിയിൽ കർത്താവ് കൊണ്ടുപോയിട്ടുണ്ട്, മരുഭൂമിക്ക് സമമായ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, വനപ്രദേശങ്ങളിലേക്ക് കർത്താവിനെ കൊണ്ടുപോയിട്ടുണ്ട്. വനത്തിൽ പോയെന്നല്ല, അതുപോലെ ഉള്ളതായ ലോൺലി അനുഭവങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുപോയിട്ടുണ്ട്. എന്തിനാ? യേശുവിന്റെ ഉപദേശം കേൾക്കുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വാസി വിശ്വസിക്കും, ഫോളോവർ പിന്നാലെ, ഗുരുവിന്റെ പിന്നാലെ നടന്ന് ഗുരുവിൽ നിന്ന് ശ്രേഷ്ഠമായ ആലോചനകളെ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞ് ഞാൻ ടോപ്പിക്ക് നിർത്തിയിട്ട് അനന്യാസിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് ഓടി വരാം. സ്തോത്രം. അനന്യാസിനെ കർത്താവ് വിളിക്കുകയാണ്. സ്തോത്രം. സഭയ്ക്ക് വലിയ പീഡ നിറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തില് സഭ വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 1 മുതൽ ഞാൻ വേഗം വായിക്കാം. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതരുടെ അടുക്കൽ ചെന്ന്, ദമസ്കോസിൽ ഈ മാർഗ്ഗകരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് വരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. കേൾക്കുക, അധികാരപത്രം വാങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 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 അടുത്തത് ഒന്നാമത്തെ വിഷയം, കൊലയും നിശ്വസിച്ചുകൊണ്ട്. ശൗലിന്റെ ബ്രീത്തിങ്ങിൽ മുഴുവൻ കൊലയാ. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട്. സ്തോത്രം. പൗലോസിന്റെ ഓരോ ഇൻടേക്കിലും ബ്രീത്തിങ്ങിലും എന്താ ഉള്ളത്? ക്രിസ്തു ഭക്തന്മാരുടെ നേരെയുള്ള കൊലവിളി, അവരുടെ നേരെയുള്ള ഭീഷണിയാ. സ്തോത്രം. ഹല്ലേലൂയ. ചിലരുടെ ശ്വാസം ബ്രീത്തിങ് ടേക്കും പറയാ എന്തുവാണ്, മറന്നു പോകല്ലേ. സ്തോത്രം. ഹല്ലേലൂയ.
കുറച്ചു കാലം മുൻപ്, അതായത് ശുശ്രൂഷകനാകുന്നതിന് മുൻപ്, ഒരു നല്ല ഭക്തനാകുന്നതിന് മുൻപ് കുറച്ച് ഈ മർമ്മങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരുവന്റെ നിശ്വാസം കേട്ടാൽ അറിയാം അവന് ഭയമുണ്ടോ, പേടിപ്പിക്കുന്നവനാണോ, ഭയക്കുന്നവനാണോ, എല്ലാം ശ്വാസം കൊണ്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ ശൗലിന്റെ ശ്വാസത്തിൽ എന്തുവാ? ഭീഷണിയും കൊലവിളിയുമാ. സ്തോത്രം. അവന്റെ കയ്യിൽ അധികാരപത്രമുണ്ട്. സകലതിനെ നശിപ്പിക്കുവാനുള്ളതായ ത്വരയുമായി പോകുന്നവനെ കർത്താവ് പിടിച്ചു. സ്തോത്രം. കർത്താവ് തൊട്ട കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. സ്തോത്രം. അവിടെ പറയുന്നത് 9:10 പറയുന്നത്, എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു? അനന്യാസ് എന്നൊരു ശിഷ്യൻ. സ്തോത്രം. നിങ്ങൾക്ക് വേറൊരു അനന്യാസിനെ ഓർമ്മയുണ്ടോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അല്ല, അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീരയോടുകൂടെ ഒരു നിലം വിറ്റ് ഭാര്യയുടെ അറിവോടുകൂടെ സ്തോത്രം എല്ലാം വായിക്കുന്നില്ല. സ്തോത്രം. 6-ാം വാക്യം. ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞു പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഒന്നാമത്തെ അനന്യാസ് ദൈവശബ്ദം കേട്ടിട്ട്, ദൈവത്തിന്റെ വ്യവസ്ഥ അറിഞ്ഞിട്ട്, അതിൻ്റെ അകത്ത് കളവ് കാണിച്ച്, അതിൻ്റെ അകത്ത് കള്ളത്തരം കാണിച്ച്, അതിൻ്റെ അകത്ത് ചതിവ് കാണിച്ച് കുഴിച്ചിടപ്പെട്ടപ്പോൾ ശബ്ദനാജകസ്യ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഇവൻ ഈ വസ്തു വിറ്റത്, ഇവൻ ഈ നിലം വിറ്റത്, സ്തോത്രം, ഉപദേശം കേട്ടിട്ട, ആലോചന കേട്ടിട്ട, ദൈവശബ്ദം കേട്ടിട്ട. സ്തോത്രം. പ്രൈസ്. പക്ഷേ പെട്ടെന്ന് ലോകം അവന്റെ ഉള്ളിൽ കയറി. ലോക ഭ്രമം അവന്റെ ഉള്ളിൽ കയറി. അവൻ കുഴിച്ചിടപ്പെട്ടു. സ്തോത്രം. ഒന്നാമത്തെ അനന്യാസ് കുഴിച്ചിടപ്പെട്ടപ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം മറ്റൊരു അനന്യാസിനെ തിരഞ്ഞെടുത്തതുപോലെ ചില അനന്യാസുമാരൊക്കെ കുഴിച്ചിടപ്പെടാൻ പോകുക. സ്തോത്ര. ദൈവശബ്ദം കേട്ടിട്ടും ലോകഭ്രമത്തിൽ പോയ ചില അനന്യാസുമാർ കുഴിച്ചിടപ്പെടുമ്പോൾ ദൈവം മറ്റൊരു അനന്യാസിനെ എഴുന്നേൽപ്പിക്കുമെന്നുള്ള യാതൊരു സംശയമില്ല. സ്തോത്രം. രണ്ടാമത്തെ അനന്യാസ് സ്തോത്രം ദമസ്കോസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസ് എന്ന് വിളിച്ചു. കർത്താവേ, അടിയനിതാ എന്ന് അവന് വിളി കേട്ടു. കേൾക്കുക. ഒരു ഭാഗത്ത് ദൈവജനത്തെ നശിപ്പിക്കുവാൻ ഇറങ്ങി തിരിച്ചവനെ യേശു സന്ദർശിച്ച് അവൻ കുടിക്കുകയോ തിന്നുകയോ ചെയ്യാതെ ദമസ്കോസിൽ ഇരിക്കുക, ഒരു ഭവനത്തിൽ ഇരിക്കുകയാണ്. സ്തോത്രം. യൂദായുടെ ഭവനത്തിൽ ഇരിക്കുകയാണ്. സ്തോത്രം. എല്ലാ യൂദാമാരും ഒറ്റിക്കൊടുക്കുന്നവരല്ല, ചില യൂദാമാര് ചിലരെ കൈക്കൊള്ളുന്നവരാ കേട്ടോ. സ്തോത്രം. എത്ര യൂദാമാരുണ്ടെന്നറിയാമോ ബൈബിളില് എത്ര യൂദാമാരുണ്ട്? എത്ര യൂദാമാരുണ്ട് ബൈബിളില്? 6 യൂദാമാരുണ്ട്. 6 യൂദാമാര്. സ്തോത്രം. അത് മറ്റൊരു അവസരത്തിൽ പറയാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരു യൂദ കർത്താവിനെ ഒറ്റിക്കൊടുത്തെന്ന് വിചാരിച്ച് എല്ലാവരും അത്തരക്കാരൊന്നും അല്ല കേട്ടോ. ഇവിടെ സ്തോത്ര കർത്താവിനാൽ സന്ദർശിക്കപ്പെട്ട ശൗലിനെ ആതിഥ്യ മര്യാദയോടുകൂടെ സ്വീകരിക്കുന്ന ഒരു യൂദയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നത് കേട്ടോ, നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ. എനിക്ക് ഒത്തിരി ആത്മീയ അർത്ഥമുണ്ട്. എവിടാ പാർക്കുന്നേ? നേർവീതിയില, വളഞ്ഞ വഴിയിലല്ല, നേർവീതിയിൽ താമസിക്കുന്ന ഒരു യൂദ വളഞ്ഞ വഴിയിൽ കൂടെ പോയെന്ന് കരുതി എല്ലാ യൂദമാരും അങ്ങനല്ല. സ്തോത്രം. ഒരാൾ തെറ്റി എന്ന് കരുതി എല്ലാവരും തെറ്റി പോകത്തില്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എവിടെയോ ഒരു പെന്തക്കോസ്, എവിടെയോ ഒരു പാസ്റ്റർ തെറ്റിപ്പോയെന്ന് കരുതി എല്ലാവരും തെറ്റിപ്പോകത്തില്ല. നമ്മളെ നിലനിർത്തുന്ന ദൈവമുണ്ട്. സ്തോത്രം. നോക്കുക. പ്രൈസ് ദി ലോർഡ്. അനന്യാസ് എന്ന ഒരു ശിഷ്യൻ, അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അവനെ ദൈവം വിളിക്കുകയാ. എന്നാൽ അനന്യാസ് എന്ന ഒരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനോട് പറയുന്നത്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവൻ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അടുത്തത്, അനന്യാസ് എന്ന ഒരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന്
തന്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവൻ മഹാപുരോഹിതന്മാരുടെ പത്രം ഉണ്ടായി എന്ന ഉത്തരം പറഞ്ഞു. കർത്താവിനോട് നീ പോകാം, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം കേൾക്കുക. ആമീൻ, സ്തോത്രം. അനന്യാസ് എന്ന ശിഷ്യനെ യേശു വിളിച്ചതും അനന്യാസ് അതിന് ഹിനേനി എന്ന് പറഞ്ഞതും, സ്തോത്രം, ഹല്ലേലൂയ, ആമീൻ, ആമേൻ, ആമീൻ, ക്രിസ്തീയ ചരിത്രത്തിന്റെ ഗതി ഒന്ന് മാറ്റിവിടാനാ. എത്ര പേര് വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഹുഡാബാലാബാലാബ ശാംധന രഹസ്യാംധന ആമീൻ, സ്തോത്രം. അനന്യാസ് പ്രസംഗിച്ചതായിട്ട് ഞാൻ രേഖകൾ നോക്കിയിട്ട് കാണുന്നില്ല. മേ ബി ക്രിസ്ത്യൻ ഹിസ്റ്ററിയിൽ ഒരു പക്ഷേ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. അനന്യാസിനെ കർത്താവ് വിളിച്ചത്, ആമീൻ, സ്തോത്രം, ശൗലിന്റെ മേൽ കൈവച്ചെന്ന് പ്രാർത്ഥിപ്പാനാ. അനന്യാസിനെ കർത്താവ് വിളിച്ചത്, ആമീൻ, സ്തോത്രം, ശൗലിനെ വിശ്വാസത്തിൽ കൊണ്ടുവരുവാനാ. അനന്യാസിനെ കർത്താവ് വിളിച്ചത് ശൗലിന്റെ കണ്ണിൽ നിന്നും ആ ചെതുമ്പലൊന്ന് മാറിക്കിട്ടുവാനാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ചില അനന്യാസുമാർ എന്റെ അകത്തുണ്ട് കേട്ടോ. അനന്യാസ്, ആമീൻ, സ്തോത്രം, നിന്റെ ഫോട്ടോ ഫ്ലെക്സിൽ വരില്ലായിരിക്കാം. അനന്യാസ് നിന്നെ വലിയ മീറ്റിംഗ് വിളിക്കത്തില്ലായിരിക്കാം. പക്ഷേ ആമീൻ, സ്തോത്രം, ലോകം അറിയപ്പെടുന്ന, ക്രൈസ്തവ ലോകം അറിയപ്പെടുന്ന ചിലതിനെ അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവരുവാൻ, ലോകം അറിയപ്പെടുന്ന ചിലതിനെ അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവരുവാൻ, ലോകം അറിയപ്പെടുന്ന ചില ശൗലന്മാരെ ഒരുക്കിക്കൊണ്ടുവരുവാൻ എന്റെ കർത്താവ് ചില അനന്യാസ്മാരെ വിളിക്കുക. ആമേ, ആലോചന മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേ, സ്തോത്രം. നിങ്ങൾ ആമേ, സ്തോത്രം, കൊറിയയിലെ ആമേ, സ്തോത്രം, പോൾ യോങ്ചയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. എല്ലാവരും അറിയുന്നത് പോൾ യോങ്ചയാണ്. പക്ഷെ പോൾ യോങ്ചോ ആ നല്ല നിലയിൽ വരുവാൻ കാരണം ഒരു നേഴ്സ് കുട്ടിയാ, ഒരു കൊച്ചു കുഞ്ഞാ. സ്തോത്രം, കൊച്ചു കുഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ, ആമേ. അവൾ വലിയ പ്രശസ്തിയൊന്നുമല്ല. ആമേ, പോൾ യോങ്ചോ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്നെ അറിയും, പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഈ അറിയുന്ന എന്നെ കൊണ്ടുവന്നത് ഒരു നേഴ്സ് കുഞ്ഞാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ ഒന്നുമില്ലേ, ഞാൻ ഏതുമില്ലേ, നിങ്ങൾക്ക് പരാതികൾ പലതാൻ. അനന്യാസിന് ഒത്തിരി സംശയങ്ങളുണ്ട്. ഈ ശൗലിനെ കുറിച്ച് ഒത്തിരി സംശയമുണ്ട്. ഇവൻ അങ്ങേക്കുള്ളവനാണോ? ഇവൻ ക്രൈസ്തവരെല്ലാം കൊന്നുമുടിക്കുവാൻ ഇറങ്ങിയവനല്ലേ എന്നുള്ള സംശയങ്ങളെല്ലാം ഉള്ളപ്പോൾ ആ സംശയങ്ങളെല്ലാം യേശു കർത്താവ് തീർത്തു കൊടുത്തിട്ട് അതിനെല്ലാം പരിഹരിച്ചുകൊണ്ട് അനന്യാസിനെ ഒരുക്കിയെടുത്ത് ആമീൻ, സ്തോത്രം, ശൗലിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്. ആമീൻ, സ്തോത്രം, ഹല്ലേലൂയ. 17 പറയുന്നത്, അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവിനെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. കേൾക്കുക, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മളെ ചിലരെ വിളിച്ചിരിക്കുന്നത് ശൗലുമാരെ ഒരുക്കിയെടുക്കുവാനാ. എത്ര പേരും തയ്യാറായിട്ടുണ്ട്? സ്തോത്രം. ഒരു പക്ഷേ നിങ്ങളുടെ വീടിന്റെ അടുത്തായിരിക്കാം, അവൻ ക്രൈസ്തവർക്കെതിരെ നിശ്വസിച്ചവനായിരിക്കാം, വിശ്വാസം ഇല്ലാത്തവനായിരിക്കാം, ക്രൈസ്തവരെ ഇഷ്ടമല്ലാത്തവരായിരിക്കാം, പാട്ടും പ്രാർത്ഥനയും ഇഷ്ടമല്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുക, എന്റെ ദൈവമേ, കൊലവിളി നടത്തുന്ന ചില നിഷ്ഠൂരന്മാരെ, ശൗലിന്റെ വാക്ക് പറഞ്ഞാൽ ഞാൻ ചെന്നായായിരുന്നു, ഞാൻ മുൻപേ ചെന്നായായിരുന്നു, ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു. നമ്മുടെ ദേശത്ത് ഇങ്ങനെയുള്ളവരുണ്ട്, നമ്മുടെ ഭവനങ്ങളിൽ ഇങ്ങനെയുള്ളവരുണ്ട്, നമ്മുടെ കൂട്ടുകാരിൽ ഇങ്ങനെയുള്ളവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അടൂരില് എൻ്റെ ഒരു സ്നേഹിതൻ എന്ന് പറയുമ്പോൾ എന്നെക്കാളൊക്കെ നല്ല പ്രായമുള്ള മനുഷ്യനാണ്. അടൂക്കാർക്ക് ഭയമായിരുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെയാ പറയുന്നത്, 3 റോയി വന്നിട്ടുണ്ട്. അടൂര് റോയി വന്നിറങ്ങിയാൽ ഒരുമാതിരിപ്പെട്ടവനെല്ലാം അകത്ത് കയറും.
ഒറ്റയ്ക്കല്ല വരുന്നത്, ഒരു ഗ്രൂപ്പായിട്ടാ വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദിവസം ഈ റോയ് ചായനോട് ഞാൻ ചോദിച്ചു, അച്ചായ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടോ? അദ്ദേഹം ക്രൈസ്തവനാ. ഞാൻ ചോദിച്ചു, റോയ് ചായ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടോ? ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് എനിക്ക് അദ്ദേഹത്തെ അറിയാം. അച്ചായ ഞാൻ വിളിക്കുന്നത് എന്നേക്കാളും ഇപ്പോഴത്തെ എന്നേക്കാൾ ഒരു 12 years പ്രായമുള്ള മനുഷ്യനാണ്. അച്ചായ ഞാൻ സീരിയസ് ആയിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോവാൻ എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടോ? എടാ മോനെ, ഞാൻ ഇവിടുത്തെ കൊമ്പയൊക്കെ വെച്ച ക്രിസ്ത്യാനിയാ, നീ പ്രാർത്ഥനയ്ക്ക് പോയിക്കോ. എനിക്ക് വേറെ ചില കണക്കുകൾ തീർക്കാറുണ്ടെന്ന്. ആരെയും പൂശാൻ വന്നേ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ റോയ് അടൂർ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അടൂർ കിടുങ്ങും. പക്ഷെ ഇന്ന് റോയ് അടൂർ ഇറങ്ങിയാൽ അടൂർ സന്തോഷിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ വചനവും പിടിച്ച കർത്താവിന്റെ വചനവും സംസാരിച്ച അടൂരിലെ നല്ലൊരു സുവിശേഷകനാണ്. എനിക്ക് ഇപ്പോൾ ലഭിച്ച അറിവില് അദ്ദേഹം അടൂർ നല്ലൊരു കൂട്ടായ്മ നടത്തുന്നു. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെല്ലാം അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. സ്തോത്രം. വിശ്വാസത്തിലുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതുപോലെ ചില തല്ലിപ്പൊളികൾ കായംകുളത്തുണ്ട്. ഇതുപോലെ ചില കുരുത്തം കെട്ടവരൊക്കെ നമുക്കറിയാവുന്നവരുണ്ട്. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് അവരുടെ അടുക്കൽ അയക്കും. പ്രാർത്ഥിക്കുന്ന അനന്യാസിനെ മാത്രമേ അവിടെ അയക്കത്തുള്ളൂ. ആമേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേ. ഒരു പക്ഷേ അത് കായംകുളത്തായിരിക്കാം, ഒരു പക്ഷെ അത് നീരേറ്റുപുറത്തായിരിക്കാം, ഒരു പക്ഷെ അത് വയനാടായിരിക്കാം, ഒരു പക്ഷെ അത് കോട്ടയത്തായിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ആമേ, ദേശത്തിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളെ അവിടെ അയക്കും. കർത്താവ് നിശ്ചയമായ ഒരു ഭവനത്തിൽ അയക്കും. നിങ്ങളുടെ കൈ കൊണ്ട് സ്നാനം കഴിപ്പിക്കും. സ്തോത്രം. 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 ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവ് ഒരു ഇമ്പാർട്ടേഷൻ പകരുകയാണ്. കൊള്ളരുതാത്തവരെ നിങ്ങളുടെ കൈ കൊണ്ട് സ്നാനം. അതിന് മനോജ് ഭാഷ അതിന് ഓർഡിനേഷൻ വേണമെന്നൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതിനെന്തോ വേണമെന്നില്ല, ഓർഡിനേഷൻ വേണമെന്നൊന്നുമില്ല. സ്തോത്രം. പാസ്റ്റർക്ക് ഓർഡിനേഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. വചന ശുശ്രൂഷ ഞാൻ കേട്ടിട്ടുണ്ട്, മനോജ് പാസ്റ്ററുടെ വചന ശുശ്രൂഷ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഞാൻ എന്റെ ഒരു കാര്യം പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആദ്യമായിട്ട് ഒരു കുഞ്ഞിനെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓർഡൈൻ പാസ്റ്റർ ഒന്നുമല്ല. ഓർഡൈൻ പാസ്റ്ററൊക്കെ കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഓർഡൈൻ പാസ്റ്റർ ഒന്നുമല്ല. സോ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഓർഡൈൻഡ് ഒന്നുമല്ല, ഞാൻ സഭാ പാസ്റ്റർ. അവർ പറയും ഒരു പ്രശ്നവും ഇല്ല, പാസ്റ്റർ പാസ്റ്റർ അങ്ങ് കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്താൽ മതി. സ്തോത്രം. ആമേ. മനോജ് ബ്രദറെ, സ്തോത്രം. സഭ സ്നാനപ്പെടുത്താൻ അധികാരം തന്നിട്ടുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ചില കിടലന്മാരെ കൈകൊണ്ട് സ്നാനപ്പെടുത്തും. ചില പടത്തലവന്മാരെ, സ്തോത്രം, ചില പടത്തലവന്മാരെ യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. സ്തോത്രം. ആമേ. സ്തോത്രം. ആർമിയുമായി ബന്ധപ്പെട്ടവരെ കൈകൾ കൊണ്ട് സ്നാനപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് മാറ്റമില്ലാത്ത ആലോചന പകരുന്നു. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ചില മുസ്ലിം സഹോദരങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, അവരെ സ്നാനപ്പെടുത്തിയെടുക്കുവാൻ സമയമായെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ലിസ്റ്റിൽ ചില മുസ്ലിം പേരുകളെ ഞാൻ കാണുന്നു. അങ്ങയുടെ പ്രാർത്ഥനാ ലിസ്റ്റിൽ ചില മുസ്ലിം പേരുകളെ ഞാൻ ആത്മാവിൽ കാണുന്നു. കർത്താവ് അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില സ്തോത്രം. ആമേൻ. ഇന്നലെ വരെ കലങ്ങി മറിയുന്ന യോർദാനാണ് അങ്ങ് കണ്ടതെങ്കിൽ, സ്തോത്രം, ഈ വരുന്ന മാസങ്ങളിൽ കർത്താവ് റൂട്ട് മാറ്റാൻ പോവുകയാണ്. കലങ്ങി മറിഞ്ഞ യോർദാന്റെ ചരിത്രം മാറ്റി യോർദാന്റെ ചില സ്തോത്രം, സ്തോത്രം, ജോൺ ദ ബാപ്റ്റിസ്റ്റ് സ്നാപക യോഹന്നാൻ ഇറങ്ങി നിന്ന യോർദാന്റെ
അനുഭവങ്ങൾ അങ്ങയുടെ മുൻപിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ കാണുകയാണ്. ൂടാരാബാലാബ ശംധാനാബസിഹ ആമേ സ്നാപകയോഹന്നാൻ സ്നാനപ്പെടണമെന്ന് പറഞ്ഞ ആരുടെയും പുറകെ പോയില്ല. സ്നാനപ്പെടുവാനുള്ളവർ അവന്റെ അടുക്കൽ വന്നു എന്നാ എഴുതിയിരിക്കുന്നത്. ഉദരാജകസിയ ചിലതിനെ ആമേ സ്തോത്രം ഞാൻ ഹല്ലേലൂയ പ്രായശ്ചിത്തം ചെയ്തു ആമേ സ്തോത്രം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്നാനക്കടവിലേക്ക് കൊണ്ടുവരുമെന്ന പരിശുദ്ധാത്മാവിന്റെ ആലോചന കൈമാറും. സോറി അൽക്കാലച്ചമള്ളംബാലം വത്ഥരാജ വൈഡമാന ദേവലച്ച വൈഷമാനി ഹതിലജാലം പ്രഥരാജക സമര ഹതുരഘടകസിയാത്തിര വേൽഭാരാജ പ്രൗഷാമാനധികാരാജ ഭൗഡരബലഗസിയ പ്രബലേ ജമനാഹം തരേരഗശിയാത്തിര ആമേ സ്തോത്രം 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 സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. അതരപര ആമേ സ്തോത്രം. ആമേ അങ്ങിപ്പോൾ ആമേൻ ആമേൻ സ്തോത്രം. മനോജ് ബ്രദർ എവിടെയാണെന്നോ എവിടെ പാർക്കുന്നു ഒന്നും ഞാൻ അറിയുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ആമേ സ്തോത്രം. ആമേൻ ആമേ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റോട് കൂടെ പ്രിസൻസ് ആമേ സ്തോത്രം പ്രിസനേഴ്സിനെ ആമേ സ്തോത്രം തടവുകാരെ കൗൺസിലിംഗ് ചെയ്യുവാൻ ചൂടാരാജ തടവുകാരുടെ ചില അങ്ങനെ എല്ലാരും പ്രാർത്ഥിച്ചാട്ടെ. ആമേ ജോസഫിനെ ആമേ സ്തോത്ര കാരാഗ്രഹത്തിന്റെ ചുമതല ഏൽപ്പിച്ചതുപോലെ അബലബലക ചില ചുമതലകള് അങ്ങനെ ചില ചുമതലകള് ഉൾധാരാജ റൗഡാബാല ശംധാൻ അഗസിഹ ഉടബലക ചില തടവ് പുള്ളികളെ നന്നാക്കിയെടുക്കുവാനുള്ള അധികാരപത്രം കൈമാറുന്ന വർഷം അത്രയെന്ന് പരിശുദ്ധാത്മാവാലോചന തരുന്നു. അജക നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. അനന്യാസെ നിന്നെ വിളിച്ചത് എല്ലാവരിൽ നിന്ന് വ്യത്യസ്തമാ. യാക്കോബിനെ വിളിച്ചതും യശയാവിനെ വിളിച്ചതൊക്കെ വ്യത്യസ്തമായിട്ടാണ് അനന്യാസിനെ വിളിച്ചത്. ആമേസോ വേറെ ചരിത്രങ്ങളൊന്നും അനന്യാസിന്റെ ഇല്ല. പക്ഷെ അനന്യാസ് മുഖേന ക്രൈസ്തവ ചരിത്രം മാറി. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ വിളിച്ചത് ചിലരെ യേശുവിന് വേണ്ടി നേടുവാനാ. അതരബലക ശമനഘടകസ്യാതര. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ആമേ ശൗല് അനന്യാസിനെ ഓർക്കുന്നുണ്ടാകാം. തന്നെ ഓരോ ശുശ്രൂഷയിലും അനന്യാസിനെ ഓർക്കുന്നുണ്ടാകാം. സ്തോത്രം. ലോകം മറന്നാൽ കർത്താവ് നമ്മളെ മറക്കത്തില്ല. ആർഥാരാജാധൂട ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, ഞാൻ കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവ് എന്തിനാ എന്നെ ഈ നാട്ടിൽ കൊണ്ടുവന്നത്? യാത്രയിലുടനീള കർത്താവ് എന്നോട് പറയുന്നത്, മോനെ ഈ സ്റ്റേജില് ചില ശൗലുമാരുണ്ട്, അവൻ അവരെ നേടുവാൻ, അവരെ കർത്താവിന് വേണ്ടി നേടുവാനാ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ നിങ്ങളോട് ദൈവസ്നേഹത്തിൽ പറയട്ടെ, എത്ര പേര് സമർപ്പിക്കും? ചില ശൗലുമാരെ നേർവഴിക്ക് കൊണ്ടുവരുവാൻ, ചിലരെ അങ്ങയ്ക്ക് വേണ്ടി അങ്ങയുടെ ശുശ്രൂഷകന്മാരാക്കുവാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നു? ഈ പഠന പരമ്പര ഇവിടെ അവസാനിക്കുന്നുവെങ്കിലും ഞാനൊരു ശബ്ദം നിങ്ങൾക്ക് കൈമാറുന്നു. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ഹിനേനി ഹിയർ ഐ ആം. സ്തോത്രം. ഈ പഠന പരമ്പര അവസാനിച്ചു എന്ന് കരുതി ആരും ആമേ സ്തോത്രം അവരും മൗനമായിരിക്കരുത്. ഓരോ ദിവസം ഐ ആം അവൈലബിൾ, ഐ ആം അവൈലബിൾ. സ്തോത്രം. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എന്നോട് ഇന്ന കാര്യം ചെയ്യാം എന്നോട് പറയും, എബി ക്യാൻ യു ഡു ദീസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഐ ക്യാൻ. സ്തോത്രം. ഞാൻ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടാ വരുന്നത്. എനിക്കറിയാം ഇനി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇനി എന്നെ കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്റെ ബോസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇനി ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞാലും എന്റെ ബോസ്, ഇവിടുത്തെ ബോസാണ്, ജോലി ചെയ്തിടത്ത ബോസാണ്, എന്റെ ബോസിന് പ്രത്യേകതയുണ്ട്. ഞാൻ ആദ്യം അദ്ദേഹത്തിൽ നിന്നാണ് പഠിച്ചത്. അവിടെ ഒന്നും നടക്കത്തില്ലെന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടെ വന്ന് അറേഞ്ച് ചെയ്യുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടു. സ്തോത്രം. എന്നോടൊന്നും പറഞ്ഞില്ല, ഡു ലൈക്ക് ദിസ് ഒന്നും പറഞ്ഞില്ല. പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ആരുടെ അണ്ടറിലാണെന്ന്. പ്രൈസ് ലോർഡ്. ആമേ സ്തോത്രം. അവിടെ എന്നെ കൊണ്ട് എന്റെ കയ്യിൽ ഒരു ബാഗ് നിറച്ച് സാധനം തരിക, എബി ക്യാൻ യു ഡു ദിസ്. എന്റെ മനസ്സ് പറയുന്നത് ഇനി അവിടെ സ്ഥലമില്ല. പക്ഷെ ഞാൻ ആ ബാഗ് കയ്യിലെടുക്കുമ്പോൾ ഐ ക്യാൻ. സ്തോത്രം. വിശേഷാൽ അത് ബോസിനെ കണ്ടതുകൊണ്ട് മാത്രമല്ല,
കർത്താവിന്റെ ഒരു കൃപ. സ്തോത്രം. ഞാൻ എന്റെ കർത്താവിനോട് പറയും, കർത്താവ് ബോസ് എന്നെ ഒരു കാര്യം കാണിച്ചു തന്നിട്ടുണ്ട്, പക്ഷെ അങ്ങയുടെ കൃപ എന്റെ കൂടെ ഉണ്ടാകണമേ, ഞാൻ ഈ പെട്ടിയുമായിട്ട് പോകും. സ്തോത്രം. എന്റെ കൂടെ നിൽക്കുന്നതിന് പറയും, ഓവർ സ്റ്റോക്ക്, സ്തോത്രം, ഇറ്റ് ഈസ് ഫുൾ, യു ക്യാൻ ഡു നത്തിങ്. പക്ഷെ ഞാൻ പറയും, വിത്ത് ജീസസ് ഐ ക്യാൻ. പ്രൈസ് ലോർഡ്. ഞാൻ ചെല്ലും, അതെല്ലാം ഫീൽ ചെയ്യും. ഇദ്ദേഹം തിരിച്ചു വന്ന് ചോദിക്കും, ദിസ് ഇസ് പെർഫെക്റ്റ്. സ്തോത്രം. ഇന്ന് ഞാൻ പറയട്ടെ, ഈ ലോകത്തുള്ള എല്ലാ ബോസിനേക്കാളും വലുതാണ് നമ്മുടെ ബോസ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പ്രാണനെ തന്ന, നമുക്ക് ഇവിടെ ജീവിക്കുന്ന യേശു വലിയവനാകുന്നു. അവന്റെ കരങ്ങളിലേക്ക്, കർത്താവ് എന്നെ കൊണ്ട് സാധിക്കത്തില്ല, ഇന്നയാളെ നേടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇന്ന പ്രദേശത്തെ നേടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, പക്ഷെ അങ്ങുണ്ടെങ്കിൽ ഐ ക്യാൻ, നീ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കും. അനന്യാസ് പറഞ്ഞത്, അവൻ ഭയത്തോടെ പറഞ്ഞത്, അവന്റെ അടുക്കൽ പോകാൻ എന്നെ പറ്റത്തില്ല, അവൻ ക്രിസ്ത്യാനികളെ കൊല്ലാൻ നടക്കുക, ഇവിടെ ആൾക്കാരെ കൊല്ലാൻ വന്നയാ, പക്ഷെ കർത്താവ് അവനെ ധൈര്യപ്പെടുത്തിയത്, അവൻ എന്റെ നാമത്തിൽ എവിടെ നിൽക്കാനുള്ളതാണ്. നിങ്ങൾക്ക് ഭയമുള്ള ചില സ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്ക് ഭയമുള്ള ചില പേരുകളുണ്ട്, ആ പേരുകളുടെ നിയന്ത്രണം കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഭയമുള്ള ചില ഭവനക്കാരുണ്ട്, ആ ഭവനത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. ഒരു പാർശ്വമാനും കയറാത്ത ഭവനങ്ങളുണ്ട്. സ്തോത്രം, സ്തോത്രം. ഒരു ദൈവമക്കളും കയറാത്ത ഇടങ്ങളുണ്ട്. ആ സ്ഥലങ്ങളുടെ കൺട്രോൾ യേശു നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. അതുകൊണ്ട് അനന്യാസിനെ പോലെ പറയാം, ഞാൻ ഇതാ ഏത് ശൗലിന്റെ അടുക്കൽ പോകാനും, ഏത് ശൗലിനെ അങ്ങേക്ക് വേണ്ടി ഒരുക്കിയെടുക്കാനും, ഹിനേനി ഹിയർ ഐ ആം. ഈ വാക്കുകളാൽ ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ഇന്ന് മുതൽ പറയാം, ഏത് ഇരുട്ട് അന്ധകാരത്തിലാണെങ്കിലും കർത്താവ് നീ എന്നെ വിളിച്ചിരിക്കുന്നത് അവിടെ ഒരു വെളിച്ചം പകരാനാണ് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് സമർപ്പിക്കാം. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളും ആലോചനകളും ദേവദാസന് കൂടി കേൾപ്പാൻ ദൈവം സഹായിച്ചല്ലോ. കുടുംബമായ തന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ, ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം സൂക്ഷിക്കട്ടെ, ജോലിയിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായല്ലോ. പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിന് വേണ്ടി സാദിൻ പാസ്റ്റർ ദൈവനാമത്തിൽ ക്ഷണിച്ചോളുന്നു. സാജൻ പാസ്റ്റർ ഉണ്ടോ ലൈനില്? ഇല്ലെങ്കിൽ മനോജ് ബ്രദർ അങ്ങ് പ്രാർത്ഥിച്ചു. സാജൻ പാസ്റ്റർ ഉണ്ടല്ലോ, തിരക്കായിരിക്കും, മീറ്റിംഗ് ഉള്ളതുകൊണ്ട്. മനോജ് ബ്രദറെ പ്രാർത്ഥിച്ചു ക്ലോസ് ചെയ്തോ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വം കൊടുത്തതാണ്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ക്രൂശിലൂടെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ, കേൾപ്പിച്ചപ്പെട്ട നല്ല ആലോചനയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കുകയും കരുതുകയും ചെയ്യുന്ന വിധങ്ങൾക്കായി സ്തോത്രം. പ്രിയ അഭിഷേകത്തിലൂടെ കേൾപ്പിച്ച നല്ല തിരുവചന ശബ്ദങ്ങൾക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. മാൻപേടയെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ സുരക്ഷിതരാണെന്ന് ഒരിക്കൽ കൂടെ, ഒരു ദിനം കൂടെ ആയുസിനെ നീട്ടിത്തന്ന എനാല സ്തോത്രം. അവിടുത്തെ മാധുര്യമേറിയ ശബ്ദം ഞങ്ങളുടെ കാതുകളെ, ശരീരങ്ങളെ, ആത്മാവിനെ മുൻപോട്ട് നടത്തുവാൻ, ആത്മീയ കൃപാവരങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം അങ്ങ് സഹായിച്ചല്ലോ. പത്രോസിലൂടെ കർത്താവെ ഒന്നും സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ച പ്രിയ പത്രോസിന്റെ പടകിൽ അങ്ങ് കയറി, തിബരിയാസിന്റെ കടൽ തീരത്ത് പത്രോസിന്റെ പടകിനെ മാത്രം ലക്ഷ്യം വെച്ച് അങ്ങ് വന്ന് പത്രോസിനെ കാണുകയും പത്രോസിനെ ആശ്വസിപ്പിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവൻ ചെയ്ത പ്രവൃത്തികളിൽ പ്രാഗൽഭ്യമുള്ളവനായി നിന്നിട്ട് പോലും അവൻ പരാജയപ്പെട്ട സ്ഥാനത്ത് കടലിന്റെ ഓളങ്ങളെയും ശബ്ദങ്ങളെയും തിരമാലകളെയും സ്പന്ദനങ്ങളെയും അറിയുന്ന പത്രോസ് കർത്താവിന്റെ വാക്കിന് വലയിറക്കിയതുപോലെ കഴിഞ്ഞ രാത്രിയിൽ ഒന്നും സമ്പാദിക്കാൻ കഴിയാതെ വല നന്നാക്കിക്കൊണ്ടിരിക്കുകയും വല കഴുകുകയും ചെയ്ത് ശുദ്ധീകരണത്തിന്റെ അനുഭവം അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ കർത്താവിന്റെ വാക്കിനെ വലയിറക്കുവാന്നുള്ള കർത്താവെ ആജ്ഞ അവൻ സ്വീകരിച്ചപ്പോൾ മുൻപിൽ കിടക്കുന്ന താൻ സ്തോത്രം പടകിനെ അല്പം നീക്കിയപ്പോൾ അവന്റെ പടകിൽ കർത്താവ് കയറിയിരുന്ന് കർത്താവിന്റെ മാധുര്യമേറിയ ശബ്ദം ജനങ്ങളുടെ നടുവിൽ കർത്താവെ അങ്ങ് പ്രസ്താവിച്ചതുപോലെ, പത്രോസിനെ ശക്തീകരിച്ചതുപോലെ ഞങ്ങളായിരിക്കുന്ന ഓരോ ഡിവൈസിലും കർത്താവിന്റെ ദാസനിലൂടെ കേൾപ്പിച്ച ദൈവത്തിന്റെ ശബ്ദം ഒരല്പം ഞങ്ങൾ നിൽക്കുന്നിടത്തിൽ നിന്ന് അല്പം ഒന്ന് മാറ്റുവാൻ, കരയ്ക്കിരിക്കുന്ന പടകുകളെ പരിശുദ്ധാത്മാവെന്ന ജലത്തിലേക്ക് ഇറക്കുവാൻ, വെള്ളത്തിലേക്ക് ഇറക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ നിറവിൽ ഞങ്ങൾ പൊങ്ങിക്കിടക്കുവാൻ, മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിൽ കടക്കാൻ പറ്റാത്തത്രയും കർത്താവെ സൗരഭ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തന്നിരിക്കുക. സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. കരയിലേക്ക് നീക്കി കർത്താവെ കടലിലേക്ക് നീക്കിയ പടകിൽ അങ്ങ് പത്രോസിന്റെ കണ്ണ്
അഞ്ചുമാറ് പരിഭ്രമം ലഭിക്കുമാറ് അവന്റെ ജീവിതത്തിന്റെ ഓവർ കോൺഫിഡൻസിനെ തകർത്ത് കളഞ്ഞ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഓവർ കോൺഫിഡൻസ് ആയിരിക്കുന്ന ചില മേഖലകളെ കർത്താവിന്റെ സാന്നിധ്യം തകർത്ത് കർത്താവിന്റെ മുൻപിൽ ശുദ്ധീകരണമുള്ളവരായി തീരുവാൻ, കർത്താവിന്റെ മുന്നിൽ സമർപ്പണമുള്ളവരായിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം. അടിയനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുൻപിൽ കിടക്കുന്ന പെരുത്ത മീൻകൂട്ടത്തെ നോക്കി സ്തോത്രം, കർത്താവിന്റെ നിത്യതയുടെ തുറമുഖത്തെത്തിക്കുന്ന ജീവന്റെ ദാതാവായ യേശു കർത്താവിലേക്ക് അവന്റെ കണ്ണുകൾ പതിഞ്ഞപ്പോൾ നിത്യജീവൻ അവകാശിയായിരിക്കാൻ ഇവൻ മാത്രമേ ഉള്ളൂ എന്ന് സാക്ഷീകരിപ്പാൻ അവിടുത്തെ ശബ്ദം കേട്ട് പടകും വലയും കൂട്ടാടികളെയും വിട്ടിട്ട് അവകാശികളായി സ്തോത്രം അനേക പേരെ മാറ്റുവാൻ, ജാതികളുടെ നടുവിൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അവനെ ഏൽപ്പിച്ച ശുശ്രൂഷ നിർവഹിപ്പാൻ തക്കോണം പത്രോസിനെ അങ്ങ് ചുമതലപ്പെടുത്തിയതുപോലെ ഞങ്ങളാകുന്ന മേഖലകളിൽ, കുടുംബങ്ങളിൽ, ദേശങ്ങളിലെല്ലാം അവിടുത്തെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് ചുമൽ കൊടുപ്പാൻ അങ്ങ് സഹായിക്കണമേ. കർത്താവെ, ഭയചകിതനായ നാണം കുടുങ്ങിയായിരുന്ന തള്ളിപ്പറഞ്ഞ പത്രോസിനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ നിറവോടുകൂടി കർത്താവ് മാളികയിൽ സമർപ്പിച്ചപ്പോൾ, മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി 3000 യഹൂദ ഭക്തന്മാരെ സ്തോത്രം സ്നാനപ്പെടുത്തുവാൻ, മാനസാന്തരപ്പെടുത്തുവാൻ അവനെ ഉപയോഗിച്ചതുപോലെ ഞങ്ങളായിരിക്കുന്ന ഡിവൈസിൽ ഞങ്ങൾ ഒരുക്കുന്ന കണ്ണുനീരുകൾ, പ്രാർത്ഥനകൾ, അഭയാചനകളെല്ലാം ആയിരങ്ങളെ, പതിനായിരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൂട്ടിച്ചേർപ്പാൻ ഞങ്ങളുടെ പ്രാർത്ഥനകളും കൂടിവരവുകളും ഉപവാസങ്ങളും എല്ലാം കർത്താവിന്റെ ഹിതമായിരിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ നടുവിൽ സ്തോത്രം കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ഭയചകിതനായിരുന്ന പത്രോസ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ മാളിക മുകളിലേക്ക് മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവേ, അങ്ങയുടെ സാക്ഷ്യം കൂറുവാൻ, ദേശങ്ങളുടെ നടുവിൽ നിഴൽ തട്ടി സൗഖ്യമാക്കുവാനുള്ള ദൈവിക കൃപാവരം കൊടുപ്പാൻ തക്കവണ്ണം, മുടുന്തനെയും കുരുടനെയും എല്ലാം ചാടി എഴുന്നേൽപ്പിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ വലിയൊരു സാക്ഷ്യത്തിന്റെ മുന്നോടിയായി കർത്താവിനെ ഉപയോഗിച്ചതുപോലെ ഞങ്ങളായിരിക്കുന്ന ദേശത്തെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ക്രിസ്തു നിമിത്തമുള്ള ദൈവിക സുവിശേഷത്തിന്റെ സാക്ഷ്യവും നിമിത്തം കർത്താവെ അനേക പേര് എഴുന്നേൽക്കട്ടെ. അങ്ങ് സഹായിക്കണമേ, സ്വർഗം അത്ഭുതം ചെയ്യണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന സകല സ്നേഹ വാത്സല്യങ്ങൾക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിനും യോഗ്യരല്ല, യോഗ്യനാക്കുന്നവന്റെ കരങ്ങളിൽ ഞങ്ങൾ ഇരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ഒരു നയമാനെ സൗഖ്യമാക്കുവാൻ എവിടെ നിന്നോ പിടിച്ചുകൊണ്ട് വന്ന ആ പെൺകുട്ടിയെ ഒരു വാക്കുകൊണ്ട് ആ രാജാവിനെ സൗഖ്യമാക്കി അവന് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചതുപോലെ ഞങ്ങൾ പറയുന്ന വാക്കുകൾ, ഞങ്ങൾ പറയുന്ന പ്രവർത്തികൾ അയക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ക്രിസ്തു എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം സാധിക്കും. അവൻ എൻ്റെ നിക്ഷേപമാണെന്ന് പറയുവാൻ തക്കവണ്ണം ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ കൊച്ചു പെൺകുട്ടി ചെയ്ത ജീവിതത്തിലെ വലിയ തിരുവചനത്തിൽ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ചെറുകരം നീട്ടി ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്കായി ഞങ്ങളായിരിക്കുന്ന ദേശത്ത്, കുടുംബത്തിൽ ഞങ്ങളെ ഉപയോഗിക്കണമേ. ഇതിലായിരിക്കുന്ന എല്ലാ ഡിവൈസിലുള്ള എല്ലാ അഭിഷിക്ത ദാസന്മാർക്കായ, ദാസിമാർക്കായ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാന്റെ സാന്നിധ്യം ധാരാളമായി കൊടുക്കണമേ. സ്വർഗം അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമലേസ്നായ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ബിന്ദുസ്നായ ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ദേശീയാന്റിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ജെഫിനായി ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. പെർസൺ ജോൺസനായ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. മൊളിയാന്റിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. വിശേഷമായ മനുഷ്യക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില വഴികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തുറന്നു വരുവാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരയ്ക്കിരിക്കുന്ന പടകളെ നീക്കി പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ചിലത് പ്രാപിപ്പാൻ പ്രിയ ദാസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലിൻസിയയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജയനായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സാറമ്മയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മൊളിയാന്റിക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മഞ്ജുഷയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിലനിർത്തണമേ, അനേകം പേരെ കൂട്ടിച്ചേർക്കുവാനുള്ള ദൈവകൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നഷ്ടപ്പെട്ടു പോയ തീരുമാനങ്ങൾ പുതുക്കിയെടുക്കുവാൻ പുതിയ ഉടമ്പടിയോടെ, പുതിയ കൃപാവരങ്ങളോടെ കർത്താവിനോട് ചേർന്ന് നിലക്കാൻ തക്കണം. ചില കൂട്ടാളികളെ മാടി വിളിക്കുവാൻ തക്കണം. കർത്താവിൽ അഭിഷേകത്തിന്റെ ശക്തിയോടെ മുൻപോട്ട് നീങ്ങുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയാക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവജന ശുശ്രൂഷ പ്രിയ അഭിഷിക്ത ദാസനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. കർത്താവ് സഹായിക്കണമേ, അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയുടെ നടുവിൽ, തള്ളക്കളയുന്ന നടുവിൽ, കർത്താവേ, ക്രൂശീകരണത്തിന്റെ നടുവിൽ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തള്ളിയ സ്ഥാനത്ത് കർത്താവ് വീണ്ടും
ദേശത്തിന്റെ നടുവിൽ ചെന്ന കർത്താവിനെ ഉയർത്തുവാൻ അങ്ങ് ശക്തീകരിക്കണമേ. സ്വർഗ്ഗം അത്ഭുതം ചെയ്യണമേ. കൊടുത്തിരിക്കുന്ന സകല കാഴ്ചപ്പാടുകൾക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ദുഷ്ടനെ തൊടുവാൻ അനുവദിക്കാതെ ശാരീരികമായി ബലം കൽപ്പിച്ച് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഡീതരമ്പുകളെ സൗഖ്യമാക്കണമേ, അത്ഭുതം ചെയ്യണമേ. വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ കർത്താവിന്റെ വേല വിശ്വസ്തയോടെ ചെയ്യുവാൻ തക്കോണം ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകന്മാരായിരിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അനന്യാസിന്റെ ജീവിതത്തിൽ സംബന്ധിച്ചതുപോലെ ഞങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ചില ദർശനങ്ങൾ കണ്ട് ചില പൗലോസ്യന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ തക്കോണം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസിലൂടെ ചില കാര്യങ്ങൾ ദൈവം ചെയ്തതുപോലെ നിങ്ങൾ പൗലോസിലൂടെ ചില ദൈവിക പ്രവൃത്തികൾ ചെയ്തതുപോലെ ആരും കാണാത്ത ചില കാര്യങ്ങൾ ചെയ്ത് കർത്താവിന്റെ കഷ്ടം സഹിക്കുവാൻ ഉള്ള പാത്രമാണെന്ന് തെളിയിപ്പാൻ തക്കോണം ഈ കഷ്ടങ്ങളും പ്രതിസന്ധികളും ഒറ്റപ്പെടലും എല്ലാം ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ദൈവകൃപ ഞങ്ങളിൽ പകരുമെന്ന് പൗലോസിലൂടെ വാഗ്ദത്തം, നിന്റെ കൃപ എനിക്ക് മതി എന്ന് പറഞ്ഞതുപോലെ അങ്ങയുടെ കൃപ ഞങ്ങളെ പൊതിഞ്ഞ് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം കർത്താവ് ഈ ലോകത്തിന്റെ നഷ്ടങ്ങളൊന്നും ഞങ്ങൾക്ക് കണക്കിടാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുദിനം മേൽക്കുമേൽ വർദ്ധിക്കുവാൻ സഹായിക്കണമേ. കാർമേൽ ഗ്രൂപ്പിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. കർത്താവ് സഹായിക്കണം. സ്വർഗ്ഗോത്ഭവം ഈ ദിവസങ്ങളിലെല്ലാം വിസയുടെ ഭാരത്താല ഭാരപ്പെടുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് അവരുടെ പാസ്പോർട്ടുകൾ വിസ അടിക്കുവാനുള്ള സ്റ്റാമ്പ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പതിയട്ടപ്പ. നസറനായ യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ഫയലുകളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ അഡ്മിഷനായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ചില മുഖാന്തരങ്ങളെ വാതിലുകളെ തുറക്കട്ടെ, നന്മകൾ കാണട്ടെ. സ്വർഗം അത്ഭുതം ചെയ്യണം. വീണ്ടും കണ്ടും മറ്റും വരെയും ഇമ്മാനുവേലിന്റെ ചിറകടിയിൽ മറച്ചോളുമാറാണ്. സ്വർഗം അത്ഭുതം ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. താങ്ക് യു. കരങ്ങളെ ഉയർത്തി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു ആൾ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മാറാനാഥ. താങ്ക് യു ബ്രദറെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ഗുഡ് നൈറ്റ് ഓൾ. നാളെ കാണും വരെയും ദൈവം തന്റെ ചിറകടിയിൽ എല്ലാവരെയും മറക്കട്ടെ, സൂക്ഷിക്കട്ടെ, ആയിരിക്കുന്ന ഇടങ്ങളിൽ പരിപാലിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.